السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹത്താൽ നമ്മൾ ഓരോരുത്തരുടെ ഒത്തുകൂടിയിരിക്കുന്നത് അൽ-ഇത്ഖാൻ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലെ ടീനേജ് പെൺകുട്ടികൾക്കും ടീനേജ് ബോയ്സിനുമായിട്ട് നമ്മൾ പുതിയ 2 ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഇനോഗ്രൽ സെഷനിലാണ് എല്ലാവരും എത്തിച്ചേർന്നത്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ഉള്ളതാണ്. അൽഹംദുലില്ലാ, നമ്മൾ നിലവിൽ 3 ബാച്ച് പെൺകുട്ടികൾക്കായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. കൗമാരപ്രായം ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ വളരെ നിർണായകമായ ഒരു കാലഘട്ടം തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മക്കൾ വളർന്നു വരുമ്പോൾ അവർക്ക് എത്രമാത്രം ദീനീപരമായ വിദ്യാഭ്യാസം നമ്മൾ എത്തിക്കണം എന്നുള്ളൊരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ പ്രായക്കാരെ ഉൾക്കൊള്ളിച്ച് പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തത്. അൽഹംദുലില്ലാ, നമ്മൾ ഇന്ന് ബാച്ച് 4ഉം ആൺകുട്ടികൾക്കായിട്ട് പുതിയൊരു ബാച്ച് 1ഉം സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം മാതാപിതാക്കൾക്ക് കൗമാരപ്രായത്തിലുള്ള മക്കൾ അവരെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ് എടുത്ത് തരാൻ ഡോക്ടർ ഷഹനാസ് ഫറസ് എത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ക്ലാസ് കേൾക്കാനും അതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനും റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകട്ടെ. ഡോക്ടറിനെ ക്ലാസ് എടുക്കാൻ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. മ്യൂട്ടായിട്ടാണുള്ളത്. എന്താ ഡോക്ടറെ? സോറി കേട്ടോ, ഒരു കോള് വന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله. إن الحمد لله نحمده ونستعينه ونستهديه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهدي الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، أشهد أن محمدا عبده ورسوله. ربنا إننا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم علمنا ما ينفعنا وينفعنا بما علمتنا وزدنا علما يا رحيم. السلام عليكم ورحمة الله وبركاته. വളരെ സന്തോഷമുണ്ട് ഈ ഇത്ഖാൻ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഈ ഒരു ബാച്ചിന്റെ ഇൻട്രൊഡക്ഷൻ അഡ്മിഷൻ ഈ സെഷനിൽ എനിക്ക് പങ്കുചേരാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അല്ലാഹുമ്മ ലക്കൽ ഹംദ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹു സുബ്ഹാനഹു തആല ഇത് ഓരോരുത്തരുടെ അടുത്തുനിന്നും സ്വീകരിക്കട്ടെ. നമ്മൾ ഈ കൂട്ടായ്മയും നമ്മൾ ഈ ഒരു ഒത്തുചേരൽ അല്ലാഹു സുബ്ഹാനഹു തആല നല്ലൊരു സൽക്കർമ്മമായിട്ട് നമുക്ക് നമ്മളുടെ അടുത്ത് നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ. ഇന്ന് സുബ്ഹാനല്ലാഹ് നമ്മൾ ഒരുമിച്ച് ചേർന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ തന്നെയാണ്. അല്ലെ, കൗമാരപ്രായം, ടീനേജ് മക്കള്, അവരെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഇതിൽ എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പൊ നമ്മൾ 80ഓളം ആൾക്കാർ ഈ റൂമിലുണ്ട്. ഭൂരിഭാഗം ആൾക്കാരും ടീനേജേഴ്സിന്റെ കൗമാരപ്രായം എത്തിയ മക്കളെ പേരൻസ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെ, സുബ്ഹാനല്ലാഹ്. അതിനെ പറ്റിയിട്ട് നമ്മൾക്കിപ്പോൾ ഓരോ കുട്ടികൾ വ്യത്യാസമാണ്, ഓരോ വീടുകൾ വ്യത്യാസമാണ്. എന്നാലും നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഉസൂലുകൾ ഒന്നാണ്, നമ്മളെ ഉദ്ദേശങ്ങൾ ഒന്നാണ്. അല്ലെ, നമ്മൾക്ക് എന്താണോ നമ്മൾക്ക് നമ്മളെ പേരന്റിങ് ഫിലോസഫി എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഉസൂൽ, അതിന്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ എന്താണ് ഫോളോ ചെയ്യുന്ന ഒന്നാണ്. മക്കൾ വേറെ വേറെ ആണെങ്കിലും ഇങ്ങനത്തെ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും
ആസ് പേരൻസ് നമുക്കൊരു എൻകറേജ്മെന്റ് കൂടിയാണ്, ഒരു ഒരു മോട്ടിവേഷൻ കൂടിയാണ്. എന്താ വെച്ചാൽ പലപ്പോഴും നമ്മൾ ചെറിയ മക്കളെ വളർത്തി കൊണ്ടെന്ന് പെട്ടെന്ന് കൗമാരപ്രായം, ടീനേജ് പ്രായം എത്തുമ്പം അവരവരെ മാറ്റങ്ങൾ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും സ്റ്റക്കാവാറുണ്ട് അല്ലെ. അതൊക്കെ അനുഭവങ്ങളാണ് അല്ലെ. ഈ അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവര് ഞാൻ പറയുന്നത് മനസ്സിലാക്കും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതിനൊക്കെ ഒരു സഹായമാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരുപാട് എന്താണ് ടിപ്സും ടാക്ടിക്സും അതൊന്നും ആയിട്ടല്ല ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അള്ളാന്റെ സഹായം ഉണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറയാനുള്ള തൗഫീക്ക് തരട്ടെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോർണർ സ്റ്റോൺ, വളരെ പ്രധാനപ്പെട്ട ചില പില്ലേഴ്സ് ആണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് തരട്ടെ. സൗണ്ട് ക്ലിയർ ആണല്ലോ അല്ലെ? അതെ അതെ. ഓക്കെ, അൽഹംദുലില്ലാഹ്. പിന്നെ ഒന്ന് പ്രത്യേകിച്ച് എൻ്റെ സിസ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ള, സഹോദരിമാരൊക്കെ നല്ല പ്രൈവസിയിൽ കേൾക്കുക. നമ്മൾ പരക്കെ എല്ലാവരും ഇരുന്ന്, നമ്മളെ ബ്രദേഴ്സും എല്ലായിടത്തും ഇരുന്ന് ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിലല്ലാണ്ട് ഈ ഒരു അമാനത്ത് കാത്തു സൂക്ഷിക്കുക. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ഒരുമിച്ച് സ്ത്രീകൾ ഇരുമിഞ്ഞ് കേൾക്കുക, ആ ഒരു റെസ്പെക്റ്റോടെ, ആ ഒരു അമാനത്തോടെ തന്നെ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായാലും അള്ളാഹു ഖൈറു ഹാഫിള. അപ്പൊ നമുക്കൊക്കെ അറിയുന്ന പോലെ എനിക്ക് ഇന്നൊരു പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ഖദ്ദർ അല്ലാഹു വമാ ശാഅ ഫഅൽ. എനിക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ശബ്ദം നിങ്ങളൊന്ന് കേൾക്കുക ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ഈ കുട്ടികളെ വളർത്തുക എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പല ഉദ്ദേശങ്ങളുണ്ടാവും അല്ലെ. കുട്ടികളെ വളർത്തി കൊണ്ടുവരാന്ന് പറയാം. ചെറുതില് ശരിക്കും പറഞ്ഞാൽ വളർത്തലാണ് അല്ലെ. ടീനേജ് പ്രായമാകുമ്പം പലപ്പോഴും നമ്മൾ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഉണ്ടായ ടാക്ടിക്സ് വളരെ വർക്ക് ചെയ്യണമെന്നില്ല. ടീനേജ് പ്രായം എത്തുമ്പോൾ നമ്മൾ കുറച്ച് മാറ്റി പിടിക്കും അല്ലെ. അവരെ ഡയറക്ഷൻസ് കൊടുക്കുന്ന ഒരു റോളിലേക്ക് നമ്മൾ മെല്ലനെ മാറും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പൊ ഇതില് ടീനേജ് കുട്ടികളുള്ള പേരൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഒരു പ്രായം കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കൽ ഒരു ടാസ്കായി മാറും നമ്മൾ ആസ് പേരൻസ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അത് പിന്നെ ഒരു ഇർഷാദായിട്ട് നമ്മൾ അവർക്കൊരു വഴി കാട്ടിയായിട്ടാണ് പിന്നെ നമ്മൾ മാറാം. ഏത് സ്റ്റേജിലായാലും, നമ്മൾ പ്രസവിച്ചുടനുള്ള കുട്ടികളായാലും, എത്ര വലിയ മക്കളായാലും നമ്മളെ കുട്ടികളാണ്. ആ സമയത്ത് നമ്മൾ എന്തിനായി കുട്ടികളെ വളർത്തിയത്, നമ്മൾ എന്തിനായി കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുന്നത്, നമ്മൾ എന്തിനാ കുട്ടികൾക്ക് നല്ലൊരു എൻവയറമെന്റ് കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും ഓരോ റീസൺസ് ഉണ്ടാവും മക്കളെ വളർത്തുന്നില്ല. എന്നാ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. മക്കളെ മക്കളെ കാര്യങ്ങൾ നോക്കാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താ, ഒരു അമാനത്താണ്. നമ്മൾ ഏൽപ്പിച്ച കാര്യമാണത് അല്ലെ. നമുക്കൊക്കെ അറിയുന്നതാണ്. ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എല്ലാവരും എന്താണ്, റാഇയാണ്. വഹുവ മസ്ഊലുൻ അൻ റഇയതി. എല്ലാവരും അവരവരെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആള്. റാഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആടുകൾ നോക്കുന്ന ആളാണല്ലോ റാഇ, ഷെപ്പേർഡ്. അപ്പൊ ഓരോരുത്തരും അവരെ ആ ഒരു റാഇൻ മസ്ഊലാണ് അതിന്റെ മേലെ. അതിന്റെ മേലെ അവർ റെസ്പോൺസിബിൾ ആണ്. എന്നാലും ഒരു പുരുഷനാണെങ്കിൽ അവന്റെ വീട്, അവരെ ഭാര്യ, മക്കള്, അവര് റായിനാണ് അല്ലെ, മസ്ഊലാണ്. ഒരു സ്ത്രീ, ആ ഹദീസിൽ എന്താ കാണുന്നത്, സ്ത്രീ എന്തിനാണ് റെസ്പോൺസിബിൾ, നമുക്ക് എന്താ അമാനത്ത്, നമ്മള് ഭർത്താവിന്റെ വീടും മക്കളും. നമ്മൾ ജോലി എടുക്കുന്ന ആൾക്കാരായിരിക്കാം, നമുക്ക് പല വേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ചില കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മൾ ഔലവിയത്ത്, ഏറ്റവും വലിയ മസ്ഊലിയ, ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി, നമ്മൾ എത്ര അങ്ങട്ട് ഡോക്ടറേറ്റ് എടുത്താലും, എന്ത് ആയാലും, എവിടെ എത്തിയാലും നമ്മളെപ്പോഴും മസ്ഊലിയ, ഫുൾ ടൈം പണി എന്താണ്, ഈ മസ്ഊലിയത്താണ്. ഈ മക്കളെ കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകാം. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മൾ ശരിക്കും ഒന്ന് ഇതിനെപ്പറ്റി ആലോചിച്ചാൽ നമ്മളെ സൊസൈറ്റിന്റെ കാര്യമാണ് ഇതിൽ സംസാരിക്കുന്നത്. ഓരോ ഉപ്പമാറും ഓരോ ഉമ്മമാറും ഈ ഒരു മസ്ഊലിയത്ത് ശരിക്കും അവരെ മനസ്സിലേക്ക് കയറ്റിയാൽ, ഓരോ വീട് ഈ മസ്ഊലിയത്ത് അവരെ ഏറ്റെടുത്താൽ എന്താവും ഒരു സൊസൈറ്റി അല്ലേ. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തഹ്രീമിൽ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ, നിങ്ങൾ നിങ്ങളെ സ്വന്തം നഫ്സിനെയും നിങ്ങളെ അഹ്ലിനെയും നിങ്ങളെ കുടുംബക്കാരും നരക തീയിൽ നിന്നും രക്ഷപ്പെടുത്തുക. വഖൂദുഹൻ നാസു വൽ ഹിജാറ, ഈ നരക തീന്റെ ഫ്യൂവൽ എന്താണ്, അതിന്റെ എങ്ങനെയാണ് അത് കത്തിത്തീരുന്നത്, അതെങ്ങനെയാണ്? നാസ് വൽ ഹിജാറ, മനുഷ്യനും ആ എന്താണ് സ്റ്റോൺസും ആണ്, കല്ലുകളാണ് ഇതിനെ ആളിക്കത്തുന്ന തീയാക്കി മാറ്റുന്നത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അലൈഹ മലായിക ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അതിന്റെ ചുറ്റുമുള്ള മലായിക്കകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ അപ്പുറം ഇപ്പുറം അവർ പോകുന്നില്ല, അല്ലെ? അപ്പൊ നമ്മൾക്ക് ഈ തന്ന ഈ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ഈ കുട്ടികളെ നമ്മളെ ഏൽപ്പിച്ചില്ലെങ്കിൽ അതൊരു അമാനത്താണ്. അമാനത്ത് മാത്രല്ല, അവര് നമുക്കൊരു ഗിഫ്റ്റുമാണ്, നമ്മളെ സന്തോഷാണ് അവര്, അല്ലെ? എത്ര നമ്മൾ അതിലൂടെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും അതില് പല പ്രയാസങ്ങൾ, ചെറിയ മക്കളാകുമ്പോൾ നമുക്ക് ഫിസിക്കലി ഭയങ്കര പ്രയാസം, ഉറക്കുണ്ടാവില്ല, അസുഖങ്ങളായിരിക്കും, പിന്നെ നമ്മള് ശരീരം കൊണ്ട് കുറെ കഷ്ടപ്പെടുമായിരിക്കും. വലുതായാലോ, മക്കൾ വലുതാവുമ്പോൾ നമുക്ക് മെന്റൽ സ്ട്രെസ്സാ കൂടാ, ഇമോഷണൽ സ്ട്രെസ് കൂടും, അല്ലെ? കുട്ടികൾ എന്തിലേക്കാ പോകണം, എന്താണ് കാണുന്നത്, ആരാണ് ഫ്രണ്ട്സ്, എന്താ കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്ത്, ഇതൊക്കെ പഠിപ്പിച്ചിട്ട് എന്ത് കുട്ടി ഇങ്ങനെ, അല്ലെ? പല 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 ഈ അതിൽ ചാലഞ്ചസ് വരും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ നമുക്ക് പറഞ്ഞത്? കുട്ടികളൊരു ഗിഫ്റ്റ് തന്നെയാണ്. എന്താണ് ഇബാദുർ റഹ്മാൻ ദുആൽ എന്താ പറയാ? അള്ളാന്റെ അടിമകള്, റഹ്മാന്റെ അടിമകള്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു വാങ്ങാ? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഹബ് ലന, മക്കളെ കാര്യം പറയുമ്പോൾ ഖുർആനിൽ ഒരു ഉപയോഗമാണ് ഇത്, ഹബ് ലന, നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് തരണേ. അള്ളാന്റെ പേര് വഹാബ്, അല്ലെ? ഹബ്, ഹിബ ഒക്കെ പറയുന്ന ഗിഫ്റ്റ് ആണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു വാങ്ങാണ്. ഉലുൽ അൽബാബായ, ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ അടിമകള്, റഹ്മാന്റെ അടിമകള് എന്താണ് അള്ളാഹിനോട് ചോദിച്ചു വാങ്ങുന്നത്? യാ റബ്ബേ, എനിക്ക് ഗിഫ്റ്റായി നീ തരണേ സമാധാനമുള്ള ഒരു അന്തരീക്ഷം. നമ്മളെ വീട്ടില് സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണൊരു സമാധാനം ഉണ്ടാവുക, അല്ലെ? നമ്മള് സൗജിന്റെ ഇടക്കും, നമ്മള് ഭാര്യ ഭർത്താവ് തമ്മിലും കൺകുളിർമയും, അതോടെ മക്കളുടെ ഇടയിലും കൺകുളിർമ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ സ്റ്റേബിൾ ആവുക, അല്ലെ? വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഇവരെ നമ്മളെ ഇമാമുകളെ മുത്തഖീങ്ങളാക്കണേ. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ ടീനേജ് മക്കളൊക്കെ ഉള്ള ചിലപ്പോ അടിയും പിടിയും ഒച്ചപ്പാടും ബഹളവും എന്നാ പറഞ്ഞാൽ കേൾക്കൂല, വിളിക്കണം 10 പ്രാവശ്യം വിളിക്കണം, അല്ലെ? നിസ്കരിക്കാൻ വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യം വിളിക്കണം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ എത്രയോ പ്രാവശ്യം വിളിക്കണം, നമ്മളോട് സംസാരിക്കാൻ വലിയ ഇൻട്രസ്റ്റ്, അങ്ങനെ പല പല പല. ഇപ്പൊ ഇതെങ്ങനെയാ കൺകുളിർമ? ഇൻഷാ അല്ലാഹ് കൺകുളിർമയോ. പക്ഷെ എന്താണ്, നമ്മളത് ചോദിച്ച് വാങ്ങുക. പക്ഷെ എന്താണ് ഇതിലൂടെ പറയാനുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടികളെ കാര്യം പറയുമ്പോൾ ഖുർആനിൽ വേറൊരു ആയത്തിൽ നമ്മൾ കാണും, ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ വഅസ്ലഹ്നാ ലഹു സൗജ. യഹ്യനെ ഒരു ഗിഫ്റ്റായി കൊടുത്തു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ നമുക്ക് അല്ലാഹ് മക്കളെ തന്നണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോ മക്കളെയും ഹിദായത്തിലാക്കട്ടെ, ആരോഗ്യം ആഫിയത്തും നമ്മളെ മക്കൾക്ക് കൊടുക്കട്ടെ, സആദത്ത് ദുനിയ വൽ ആഖിറ കൊടുക്കട്ടെ. അല്ലാഹുമ്മ സയ്യിൻഹും ബിസീനത്തിൽ ഈമാൻ വകർരിഹ് ഇലൈഹിമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅൽഹും മിനർ റാഷിദീൻ വജഅൽഹും ഹുദാത്തൻ മുഹ്തദീൻ വജഅൽഹും മിൻ ഇബാദിക സ്സാലിഹീൻ. ആമീൻ. നമ്മൾ ഓരോ മക്കളെയും നമുക്ക് കൺകുളിർന്ന ഗിഫ്റ്റ്സ് ആക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരട്ടെ. ആമീൻ. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, നമ്മൾ ഏത് പ്രായക്കാരായാലും, നമ്മൾ ചിലപ്പോൾ കുട്ടികൾ ചെറുതാകുമ്പോഴേക്കോ എങ്ങനെയെങ്കിലും ഒന്ന് വളർന്ന് വലുതായി നടക്കാൻ തുടങ്ങിയാൽ മതിയായിരുന്നു, നടന്ന് ഓടാൻ തുടങ്ങും, അയ്യോ എങ്ങനെയെങ്കിലും ഒന്ന് കുറച്ച് ഒരു വിവരം വെച്ചാൽ മതിയായിരുന്നു, ഇല്ലേ? അവിടെയും പിടിച്ച് വലിച്ച് ഇവിടെയും കുറച്ച് വലുതാകുമ്പോൾ ഓരോ ഇതായിരിക്കും. അപ്പൊ നമ്മൾ എന്താണ് ഓർമ്മിക്കേണ്ടത്? ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ കബദ്. അള്ളാഹ് നമ്മളെ സൃഷ്ടിച്ച തന്നെ, നമ്മളെ ജീവിതം തന്നെ കബദാണ്. കബദ് എന്താ? ഓരോ ടെസ്റ്റ് ഇങ്ങനെ ഫലഖ്തഹമൽ അഖബ, ഫലഖ്തഹമൽ അഖബ, ഓരോ ഓബ്സ്റ്റിക്കിൾസ് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കും, ഓരോ ടെസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഓരോ ചാലഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളെ പേരന്റിങ് ഇങ്ങനെ തന്നെയാണ്. മക്കൾ ഓരോ ഏജ് പോകുന്തോറും, നമ്മൾ ഓരോ ഫേസിലൂടെ പോകുന്തോറും നമുക്ക് ഫലഖ്തഹമൽ അഖബ, നമുക്കിങ്ങനെ മൗണ്ടൻ കയറി, ഒരു മല കയറുന്ന പോലൊക്കെ നമുക്ക് തോന്നി. ഇത് എന്താ, അത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അല്ലെ? സുബ്ഹാനല്ലാഹ്. നമുക്കതൊരു തർബിയാണ്, നമുക്ക് റബ്ബ് വെച്ച സുന്നയാണ്. ഇതാണ് ജീവിതത്തിന്റെ ഒരു രീതിയാണിത്. അത് നമ്മൾ അങ്ങനെ തന്നെ എടുക്കുക. എന്താണ് ഞാൻ കൂടുതലും
പേരന്റിങ്ങിന്റെ സംഭവം പറയുമ്പോൾ കൂടുതലും ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുക നമ്മളെ സ്വന്തം നഫ്സിന്റെ മേലെ തന്നെയാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേബിൾ ആയിട്ടില്ലെങ്കിൽ നമുക്ക് സ്റ്റെബിലിറ്റി കൊടുക്കാൻ പറ്റൂല. നമ്മളെ വിഷനും നമ്മളെ മനസ്സും ആടിക്കളിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു അടുത്ത ജനറേഷനെ വാർത്തെടുക്കാൻ പറ്റും? സ്പെഷ്യലി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കൺഫ്യൂഷനും ഒരുപാട് അഭിപ്രായങ്ങളും നമ്മളെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മളൊരു സ്റ്റേബിൾ പേഴ്സണാലിറ്റി ഇല്ലെങ്കിൽ നമുക്കത് മുന്നിൽ കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്താണ്, ഈ കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ ഉറക്കണം. നമ്മളെ മക്കൾ നമ്മൾ അമാനയാണ്. അതിലൂടെ പക്ഷെ കുറച്ച് ചാലഞ്ചസ് ഒക്കെ ഉണ്ടാവും. എന്തൊക്കെ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളെ കൺകുളിർമയാണ് അവര്, നമ്മൾക്ക് അള്ളാഹ് തന്ന ഗിഫ്റ്റ് ആണ് അവര്. ഇതില് കുറേ ചാലഞ്ചസ് ഉണ്ടോ ജീവിതത്തിൽ? എന്താ ചാലഞ്ചസ് ഇല്ലാണ്ടുള്ളത് അല്ലെ? ഓരോന്നിലും ഓരോ ചാലഞ്ച്. അതേപോലെ തന്നെ മക്കളെ വളർത്തുന്നതിലും ഒരു ചാലഞ്ച് ഉണ്ടാവും. ഈ ടീനേജ് പ്രായം, ഇപ്പോൾ മെഡിക്കൽ സയൻസോ ഈ ന്യൂറോ സയൻസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർ പല ഡെഫിനിഷൻസ് ഉണ്ടോ. 13 വയസ്സ് തൊട്ട് 20 ഇത്ര വയസ്സ് വരെയാണ്. ചില ആൾക്കാർ പ്യൂബേർട്ടി, നമ്മൾക്ക് ഈ ആർത്തവം അതൊക്കെ വന്ന് ബലാഗ ആയ മുതലാണ് ടീനേജ് പ്രായം തുടങ്ങുക. എന്തായാലും പിന്നെ ചില ആൾക്കാർ 10 വയസ്സ് മുതൽ ടീനേജ് പ്രായം തുടങ്ങും. അങ്ങനെ പല ഡെഫിനിഷൻസ് നമ്മളിപ്പോൾ സയന്റിഫിക് വേൾഡിൽ നോക്കിയാൽ പല ഡെഫിനിഷൻസ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് കാണും. എന്തൊക്കെയായാലും ഇപ്പൊ ഒരു കൗമാരപ്രായം, ഒരു ബലാഗ അല്ല, ആ ആർത്തവം, ആ ഏജ് ഒക്കെ എത്താനാവുമ്പോക്ക് കുട്ടികളുടെ ഇടയിൽ പല മാറ്റങ്ങളും നമ്മൾ കാണും. അല്ല, അവരെ ശരീരങ്ങൾ മാറും, അവരെ മനസ്ഥിതികൾ മാറും. ശരിക്കും പറഞ്ഞാൽ അവര് ബ്രെയിനിന്റെ ഉള്ളിൽ നോക്കിയാൽ ഒരുപാട്, ഇപ്പൊ ചെറിയ കുട്ടികളാകുമ്പോൾ ബ്രെയിൻ ഡെവലപ്മെന്റ് നടന്ന പോലെ തന്നെ അഡലസൻസിൽ, ഈ ടീനേജ് ഏജിൽ ഒരുപാട് ബ്രെയിൻ ഡെവലപ്മെന്റും ന്യൂറൽ കണക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതാണ് ഒരു സയൻസ് എടുത്ത് പറഞ്ഞാൽ ഒരുപാട്. പിന്നെ ബോഡിലി ചേഞ്ചസ് അല്ലെ, അവർക്ക് പീരിയഡ്സ് വരും, അല്ലെ ആൺകുട്ടികളാണെങ്കിൽ വേറെ രീതിയിൽ. അപ്പൊ അവർ ഓരോ മൈൽ സ്റ്റോൺസ് കിടക്കാണ്. ഈ സ്റ്റേജിലാണ് നമ്മൾ കാണാൻ, നമ്മൾ പറയുന്ന എല്ലാ വലിയ കാര്യമായിട്ടുണ്ടാവും, അവർക്ക് ഫ്രണ്ട്സ് പറയുന്നത് ഭയങ്കര കാര്യമാണ് അല്ലെ. അവർ ചിലപ്പോൾ നമ്മളടുത്ത് നിന്ന് കുറച്ച് വിട്ടു നിൽക്കും, വർത്താനം പറയാനൊന്നും കുറച്ച് വല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എപ്പോഴും ചില കുട്ടികൾക്ക് ഉറക്കായിരിക്കും, ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത രീതി. അങ്ങനെ പല പല ചേഞ്ചസ് നമ്മൾ കാണും. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറെ അവരെ ഫിസിക്കലിയും മെന്റലിയും ഇമോഷണലും ഒക്കെ മാറ്റങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെ കുഞ്ഞു കുട്ടി, നമ്മളെ കൈന്റെ ഇടയിൽ ഇങ്ങനെ വളർന്ന കുട്ടി ശരിക്കും പറഞ്ഞാല് സുബ്ഹാനല്ലാഹ്, പ്രകൃതിന്റെ നിയമം, അള്ളാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ച നിയമങ്ങളാണ്. നമ്മളെ മക്കള് വലുതായി തിരിച്ച് എന്താവും? അടുത്ത ജീലാവും. അവർക്ക് അവരതായ ഹിസാബ് ഉണ്ടാവും, അവരെ ആബിദീങ്ങളാണ്. അപ്പൊ ആ ഒരു ചേഞ്ച് ആണ് നമ്മൾ കാണുന്നത്. ഈ കാലഘട്ടത്തിൽ, നമ്മളെ കാലഘട്ടത്തിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ഫുഡ് സിസ്റ്റം, നമ്മളെ തരം ഭക്ഷണ രീതികൾ, ജങ്കും അങ്ങനത്തെ കുട്ടികൾ എസ്പെഷ്യലി ആ പ്രായമാകുമ്പോൾ നമ്മൾ പഠിപ്പിച്ചതൊന്നും ആയിരിക്കും അവർ കഴിക്കുക. നമ്മൾ കഴിക്കരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളായിരിക്കും അവർ കൂടുതലും കഴിക്കുക അല്ലെ. ആ ഒരു ഫുഡ് ഹാബിറ്റ്സും, പിന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പൊ എക്സസൈസ് ഇല്ലാത്ത കാര്യം, പിന്നെ പറയാണ്ടിരിക്കാൻ കഴിയില്ല, ഫോണും സോഷ്യൽ മീഡിയയും ഒക്കെ കാരണം ഈ ഒരു സ്റ്റേജ് കുറച്ചും കൂടി നമ്മളൊരു ഇമോഷണൽ ടാൻജന്റും ഒരു പ്രശ്നങ്ങളും നമ്മൾ ഒരുപാട് കാണുന്നൊരു പ്രായം തന്നെയാണ്. ഇതിൽ നമ്മൾ പേരൻസ് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഓരോ കുട്ടികളും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഐസൊലേറ്റഡ് അല്ല എന്നാണ് പേരൻസ് മനസ്സിലാക്കേണ്ടത്. ഇത് മിക്ക ഒരു മെജോറിറ്റി ടീനേജ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളാണ്, ഓർ ഒരു ചേഞ്ചസ് ആണ്. അതിന് നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റമായി നിലനിൽക്കലാണ് നമ്മളെ പണി. അവർക്ക് നല്ല ഡയറക്ഷൻസ് കൊടുക്കലാണ് നമ്മളെ പണി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മളെ കയ്യിലുള്ള ദീനുൽ ഇസ്ലാം എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അത് നമുക്കൊക്കെ അറിയാം. നമുക്ക് ആവശ്യമുള്ള ഒരു മനുഷ്യന് ജീവിച്ചപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ്. റബ്ബിന്റെ അർത്ഥം എന്താണ്? റബ്ബിന്റെ അർത്ഥം അള്ളാഹ് ഖാലിഖാണ്. അവൻ നമ്മളെ സൃഷ്ടിച്ചു, അവന് നമ്മൾക്ക് കാര്യങ്ങൾ തന്നു അല്ലെ. സൃഷ്ടിക്കാൻ മാത്രമല്ല, ഹിദായ തന്നു, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ജീവിക്കണം, ദീനും തന്നു, ശരിയും തന്നു. പിന്നെന്താ? മുദബ്ബിർ, അള്ളയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നവൻ. അള്ളാഹ് സുബ്ഹാനഹു വ തആല നമ്മൾ റബ്ബാണ്, നമ്മൾ സൃഷ്ടിച്ചവനാണ്, നമ്മൾ കാര്യങ്ങൾ നോക്കുന്നവനാണ് അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണോ ആവശ്യമുള്ളതൊക്കെ നമ്മൾ ദീനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് നമ്മളെ മക്കളെ മനസ്സിലാക്കല് ചെറുതിലേ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ചെറുതിലേ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ തരം ഇന്റലിജന്റ് കോൺവെർസേഷൻസ് നമ്മൾ കുട്ടികളെ അടുത്ത് ഉണ്ടായിരിക്കണം. അത് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരും. എങ്ങനെയാണ് കുട്ടികൾക്ക്, നമുക്കൊക്കെ അറിയുന്ന പോലെ ടീനേജ് മക്കളാകുമ്പോൾ ഒരുപാട് സംസാരം അവർക്ക് വേവൂല അല്ലെ, ഒരുപാട് സംസാരം അവർക്ക് ഇഷ്ടമല്ല.
നമ്മൾ ഒരുപാട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നമ്മളെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, നമ്മൾ എന്താ പറയുന്നതെന്ന് അവർ ശ്രദ്ധിക്കുന്നില്ല. അതാണ് അവരുടെ മനസ്ഥിതി. ഇത് നമ്മൾ ആസ് മദേഴ്സ് എസ്പെഷ്യലി ഉമ്മമാർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്. നമുക്കിങ്ങനെ ദേഷ്യം പിന്നെ വായിക്കൊരു കൺട്രോൾ ഇല്ലാണ്ടാവും അല്ലെ. അത് അവരോടുള്ള സ്നേഹം കൊണ്ടും നമുക്ക് അവരോടുള്ള താല്പര്യം കൊണ്ടാണ്. പക്ഷെ നമ്മൾ ബ്രേക്ക് ഇല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മൾ എനർജി മാത്രമേ ഇവിടെ പോകുന്നുള്ളൂ. കുട്ടികൾ പകുതിയും കേൾക്കുന്നില്ല, അവർക്ക് ഒച്ചപ്പാട് മാത്രമാണ്. റൈറ്റ്, സുബ്ഹാനല്ലാഹ്. ഇങ്ങനത്തെ തരം നമ്മൾ എന്താ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടത്? ഇസ്ലാം എന്ന ജീവിതം, ദീന് ഒരു ജീവിതമാണ്. നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കവർ ചെയ്തിട്ടുണ്ട്, മനസ്സിന്റെ ആരോഗ്യം കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ സ്പിരിച്വൽ ആരോഗ്യം കവർ ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും കണക്ട് ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നമേ ഉള്ളൂ. ഞാനെപ്പോഴും നമ്മള് ഈ പ്രസന്റേഷൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷെ ഈയിടെ വന്ന് ഭയങ്കര ഒരു ഹൈപ്പായിട്ടൊരു വേർഡാണ് ദ പവർ ഓഫ് വൈ. വലിയ വലിയ കമ്പനീസിന്റെ സിഇഒസ് ഒക്കെ പവർ ഓഫ് വൈ എന്താണ്? എംപ്ലോയീസിന് ഹയർ ഇന്റൻഷൻസ് കൊടുത്താൽ, പൈസ ബോണസ് മാത്രമല്ലാണ്ട് അവർക്കൊരു ഹയർ ഇന്റൻഷൻ കൊടുത്താൽ അവരുടെ പെർഫോമൻസ് നന്നാവും എന്നുള്ള ഒരു പഠനത്തിന്റെ ബേസിസിലാണ് അവർ ഒരുപാട് ഗവേഷണം നടത്തിയിട്ട് കണ്ടുപിടിച്ചത്. പക്ഷെ സുബ്ഹാന, നമ്മൾ അഹ്ലുൽ ഈമാനാണ്, അഹ്ലുൽ നിയ്യാണ്. നമ്മൾ എന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ. നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതിനൊക്കെ നമുക്ക് ഹയർ ഇന്റൻഷൻ ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് തന്നാൽ സുബ്ഹാനല്ലാഹ്, ഇസ്ലാം പോലെ വേർത്തൊരു സിസ്റ്റം ഇല്ല. അത് നമ്മളും നമ്മളെ മക്കളും അത് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആഫിയത്തിന് എപ്പോഴും രാവിലും പകലും, രാവിലത്തെ ദുആലും വൈകുന്നേരത്തെ ദുആലും ഇതൊക്കെ നമ്മൾ മക്കളെ ഒന്നും കൂടി ഫോക്കസ് ചെയ്യണ്ടേ. മക്കളെ രാവിലെയും വൈകുന്നേരം അള്ളാഹിനോട് ആഫിയത്ത് ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നാ അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. ഈ ദുനിയാവിലും ആഖിറത്തിലും ആഫിയ എല്ലാ ഖൈർ, ശരീരത്തിന്റെ ഖൈർ, മനസ്സിന്റെ ഖൈർ, അഹ്ലിന്റെ ഖൈർ, നമ്മളെ കുടുംബത്തിന്റെ ഖൈർ, നമ്മളെ പൈസക്ക് ഖൈർ, ആഫിയ. ഇതാണ് നമ്മൾ ദീൻ. ഈ ഒരു ബാലൻസിൽ നമ്മൾ ദീന് പ്രസന്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മളെ ഫോക്കസ് എന്താ വേണ്ടത്? ആദ്യം നമ്മളാണ്. നമ്മൾ ഈ വെൽബീയിങ്ങിന്റെ ഉള്ളിലായിരിക്കണം. നമുക്ക് എത്ര വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണു നിറയും, നമുക്ക് മനസ്സിൽ തീയായിരിക്കും, നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും. പക്ഷെ എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? എന്താണ്? ആദ്യം നമ്മളെ ഈമാൻ അഖീദ. പ്രസന്റേഷൻ ഇല്ലാത്തത് സുബ്ഹാനല്ലാഹ്, ഖദ്ദറല്ലാഹു വമാ ശാ ഫഅൽ. നമ്മളെ ഈമാൻ, നമ്മളെ വിശ്വാസം എന്നത് സൂറത്തുൽ ഇബ്രാഹിമിൽ നമ്മൾ എടുത്തു നോക്കിയാലുള്ള ആയത്ത് നമ്മൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ തയ്യിബതൻ കശജറതൻ തയ്യിബതൻ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാണ്. കലിമത്തുൻ തയ്യിബ. നമ്മളൊക്കെ കലിമത്തുൻ തയ്യിബില് വിശ്വസിക്കുന്നതാണ് അല്ലെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അത് ഞാൻ ആസ് എ മദർ, ഒരു പേരന്റ്, നിങ്ങൾ കേൾക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ, നമ്മൾ ആസ് എ പേരന്റ് ഈ കലിമത്തു തയ്യിബ ഉൾക്കൊണ്ടണെങ്കിൽ എങ്ങനെയായിരിക്കണം? നമ്മൾക്ക് ഷജറത്തിൻ തയ്യിബ, നമ്മൾ നല്ല വൃക്ഷത്തിന് പോലെ ആയിരിക്കണം. ഏത് വൃക്ഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മുഅ്മിനെ പോലത്തെ വൃക്ഷം ഏതാണ്? ഈത്തപ്പഴം അല്ല, ഈന്തപ്പനാണ് ഒരു മുഅ്മിനെ പോലത്തെ വൃക്ഷം. എന്തുകൊണ്ടാണ്? അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ അസ്ല്, അതിന്റെ റൂട്ട്സ്, അതിന്റെ വേര് സാബിത്താണ്, സ്ട്രോങ് ആണ്, ഫേം ആണ്. ഒരു ഈന്തപ്പന നല്ലൊരു കാറ്റടിക്കുമ്പോൾ മറ്റുള്ള മരങ്ങളെ പോലെയല്ല, അത് കുറച്ചും കൂടി സ്റ്റേഡിയാണ് അല്ലെ. അങ്ങനെ തന്നെയാണ് ഒരു വിശ്വാസി. എന്താന്ന് വെച്ചാൽ ഈമാൻ ഉറച്ചൊരു അവസ്ഥയാണ്. ഇങ്ങനെ വേണം നമ്മളെ മക്കളെ വളർത്താൻ. അത് വേണം നമുക്ക് ഫോക്കസ് ചെയ്യാൻ. അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. അതിന്റെ ബ്രാഞ്ചസ് എന്താണ്? ബ്രാഞ്ചസ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ, അഅമാലു സ്വാലിഹാത്ത്, നിസ്കാരം, നോമ്പ്, ഹിജാബ്, സദഖ, ഖുർആൻ പാരായണം, പഠിത്തം, അതൊക്കെ അത് അസ്ല് സ്ട്രോങ് ആയാൽ ഫർഉഹ, മേലെ നമ്മള് അതിന്റെ ബ്രാഞ്ചസ് സ്ട്രോങ് ആവും. തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ. അതിന്റെ ഫ്രൂട്ട്സ് ആണ് നല്ല സ്വഭാവം. ഓരോരുത്തർക്ക് ഉണ്ടാവുന്ന നല്ല സ്വഭാവങ്ങൾ. ചില ആൾക്കാർക്ക് സ്വഭാവ ഗുണങ്ങൾ കൂടുതലാണ്, ചില ആൾക്കാർക്ക് കുറവാണ്. പക്ഷെ എന്തൊക്കെ ആയാലും ഒരു മുഅ്മിൻ ഒരു മധുരമുള്ള ആളാണ്. ഒരിക്കലും ഒരു ഈത്തപ്പഴം പുളിയുള്ള ഒരു അവസ്ഥയല്ല. ഒരു മുഅ്മിൻ എപ്പോഴും മാധുര്യമുള്ള ഒരു നല്ലൊരു മനുഷ്യനാണ്. അല്ലാഹുൽ മുസ്തആൻ. നമ്മൾ അങ്ങനെയാണോ അല്ലേ വിലയിരുത്താം. അപ്പൊ ആദ്യം നമ്മളിത് ഉൾക്കൊള്ളണം. നമ്മൾ എന്താ ഫസ്റ്റ് തന്നെ ഫോക്കസ് ചെയ്യുക? കുട്ടി എന്തേ നിസ്കരിക്കാതെ?
ഈ കുട്ടി എന്താ ഇതെന്ത് ഇത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്തെ? ഈ കുട്ടി ഒരു മിനിറ്റ്. സോറി. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഫസ്റ്റ് തന്നെ ഫോക്കസ് എവിടെയാണ്? ആ വേരിലേക്ക്, ഈമാനിലേക്കല്ല. നമ്മൾ എന്താ നോക്കുക? പുറത്ത് ആക്ഷൻ എന്തില്ലാത്ത ഈ കുട്ടിന്റെ സ്വഭാവം എന്തിങ്ങനെ, കുട്ടി ഇതെങ്ങനെ ഇങ്ങനെ, നമ്മൾ എന്താ പുറത്താണ് ഫോക്കസ് ചെയ്യുക. പക്ഷെ നമ്മൾ എന്താണ് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്? ഉള്ളിലുള്ള ഈമാനാണ്. ആ ഈമാനെ വളർത്തിക്കൊണ്ടേയിരിക്കണം നമ്മൾ. അതിന് വളർത്തോ. ഓക്കെ, ചെറുതിൽ പറഞ്ഞു കൊടുത്ത ഇതെന്താ ഇപ്പൊ ഇമ്മൻ മനസ്സിലാവാത്ത, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എസ്പെഷ്യലി ഈ കാലഘട്ടത്തിൽ ഡിസ്ട്രാക്ഷൻസിന്റെ അങ്ങേയറ്റാണ്. അൽഹംദുലില്ലാ, നമുക്ക് ഇൻഷാ അല്ലാഹ് ഷെയ്ഖ് റുഹൈലി എന്താണ് സോഷ്യൽ മീഡിയനെ പറ്റി പറഞ്ഞതെന്നൊക്കെ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഈ ഡിസ്ട്രാക്റ്റഡ് ആയ സമയത്ത് നമ്മൾ കുട്ടികൾ എന്തെങ്കിലും നിസ്കാരം ടൈമിന് എല്ലാന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങ് തെറ്റുമ്പോൾ, നമ്മൾ എവിടെയാണ് നേരെ പോയി ഫോക്കസ് ചെയ്യേണ്ടത്? അള്ളാഹിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അത് ഓഫ് കോഴ്സ് അങ്ങനെ വളർത്തിയ മക്കള് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല പലപ്പോഴും നമ്മൾ വേറെ പലതും കാണുന്നുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് നമ്മളെ പ്രതീക്ഷയാണ് അവര് തിരിച്ചു വരും. അങ്ങനെ എല്ലാം നമ്മളെ തുടക്കമാണെങ്കിൽ അതിലേക്കാണ് നമ്മൾ ഫസ്റ്റ് വരേണ്ടത്. അള്ളാഹിനെ പരിചയപ്പെടുത്തുക, അള്ളാഹു സുബ്ഹാനഹു തആലനെ അതിന്റെ അറിവ് കൊടുക്കുക. അത് നമുക്ക് ഒറ്റയ്ക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അവിടെയാണ് ഇങ്ങനത്തെ നമ്മൾ ക്ലാസ്സുകൾക്ക് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ആൾക്കാർ അത് ഇപ്പൊ വസായിൽ സുബ്ഹാനല്ലാഹ് ഓൺലൈനും ഓൺ സൈറ്റും ഒക്കെ ആയിട്ട് ഒരുപാട് കറക്റ്റ് ആയിട്ടുള്ള സോഴ്സസ്, ഒത്തന്റിക് ആയിട്ടുള്ള സോഴ്സസ് നമുക്ക് മക്കളെ അറ്റ്ലീസ്റ്റ് ആഴ്ചക്ക് ഒരു പ്രാവശ്യം നമ്മൾ അവരോട് നല്ല രീതിയിൽ പറഞ്ഞ് അത് അയക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് നമ്മൾ എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ സ്പിരിച്വൽ ഹെൽത്തിനും നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് നൽകിയതാണ്. അതുകൊണ്ട് മക്കൾ ഇതിൽ പോണം, കേൾക്കണം. ഇതാണ് നിങ്ങളെ നിലനിർത്തുക, ഇതാണ് ജീവിതത്തിൽ നിങ്ങളെ അങ്ങനെ നല്ല രീതിയിൽ അവരെ പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക തന്നെ വേണം. എന്താ വെച്ചാൽ അവരെ വിശ്വാസം ഉറച്ചാൽ അവരെവിടെ പോയാലും ചിലപ്പോൾ നമ്മളെ മുന്നിൽ നിന്ന് അവർക്ക് ഫറൂഹ ഉണ്ടാവൂല, സമർ ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ അടുത്തു നിന്നൊന്ന് മാറി നിൽക്കുമ്പം ജീവിതത്തോട് അവരിങ്ങനെ ഒറ്റക്ക് പെരുമാറുമ്പോൾ നമ്മൾ കൊടുത്ത ആ അസൽ പുറത്തേക്ക് വരും, ഈമാൻ പുറത്തേക്ക് വരും. അവിടെ രണ്ട് കാര്യമാണ് ആസ് പേരൻസ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. എന്താണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹ് അല്ലാത്ത ഇലാഹ് നിനക്കില്ല. ചോദിക്കണമെങ്കിൽ അവനോട് ചോദിക്കുക, തവക്കുൽ ചെയ്യണമെങ്കിൽ അവനോട് തവക്കുൽ ചെയ്യുക, പ്രയാസം ഉണ്ടെങ്കിൽ അവനോട് നീ നിന്റെ ഭാഗം ചെയ്യുക. മക്കളെ ഭാഗം ചെയ്യുക, അള്ളാഹ് ബാക്കി ചെയ്യും. ദുആ ഉണ്ടല്ലോ, ഇൻഷാ അള്ളാഹ് പരിഹാരം ഉണ്ടല്ലോ, നമുക്ക് പരിഹാരം, നമുക്ക് അതിന്റെ വഴികൾ നോക്കാം, അള്ളാഹിനോട് ഡിപ്പെൻഡ് ചെയ്യാം. അസുഖം വരുമ്പോ അള്ളാഹ് ഷാഫി ഷിഫ തരും ഇൻഷാ അള്ളാഹ്. അത് ഫസ്റ്റ് നമ്മൾ അങ്ങനെ ആവണ്ടേ? അവര് കാണണം. ചിലപ്പോ അവര് നമ്മളിപ്പോ പലപ്പോഴും നമ്മൾ കേൾക്കുന്നു പേരൻസ് എന്ത് റിലീജിയസ്, കുട്ടികൾ എന്തിങ്ങനെ തലതിരിഞ്ഞ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അത് പേരൻസിന്റെ കയ്യിലുള്ള കാര്യമില്ല അല്ലെ? നമ്മൾ ഓരോ പേരൻസിന്റെ അടുത്തും ഹിദായ ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഇഞ്ചക്ട് ചെയ്ത് വെക്കുമായിരുന്നു മക്കൾക്ക് അല്ലെ? അത് നമ്മളെ കയ്യിലല്ല, അത് അള്ളാഹ് നമ്മളെ കയ്യിൽ തന്നിട്ടില്ല. നമ്മളെ കയ്യിൽ തന്നത് എന്താ? നമ്മൾ ചെയ്യേണ്ട കാര്യം. അള്ളാഹിന്റെ കയ്യിലാണ് ഹിദായത്ത് അല്ലേ? സുബ്ഹാനല്ലാഹ്. പക്ഷെ ഈ മാൻ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ട് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ദീനുൽ ഇസ്ലാം, അതെന്താ പഠിപ്പിച്ചെന്നുള്ളത്. രണ്ടാമത്തത് മുറാഖബ, അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്, നാളെ യൗമൽ ഖിയാമ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മിസ്കാല ദർറ, സമയക്കുറവ് കാരണമാണ് നമുക്ക് ഒരുപാട് നീട്ടി വലിച്ച് സംസാരിക്കാനുള്ള സമയമില്ല. ലുഖ്മാൻ അൽ ഹക്കീം, നിങ്ങൾ സൂറത്ത് ലുക്മാൻ തുറന്നു നോക്കിയാൽ എങ്ങനെയാണ് പൊന്നു മോനോട് കൊടുത്ത എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തത് നമ്മൾ കാണും അല്ലെ? അള്ളാഹ് ശിർക്ക് പാടില്ല. പിന്നെന്താണ് ലുക്മാൻ അൽ ഹക്കീം പഠിപ്പിച്ചു കൊടുത്തത്? മിസ്കാല ദർറ, ഖർദൽ മിസ്കാല ദർറ ഖർദൽ, ചെറിയൊരു കടുക് മണി പോലത്തെ ഒരു നല്ലതായാലും ചീത്തയായാലും അത് ആകാശത്തിലേക്ക് വലിച്ചെറിഞ്ഞാലും, ഒരു സഹ്റ, ഒരു മൗണ്ടന്റെ, ഒരു ജബലിന്റെ ഉള്ളിലേക്ക് അത് ഇട്ടാലും അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ കൊണ്ടുവരും. ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അക്കൗണ്ടബിലിറ്റി. ഉമ്മ ഉപ്പ മണ്ണിൽ നിന്നുണ്ടായതാ മണ്ണിലേക്ക് പോവും. നമുക്ക് ഉറക്കുണ്ട്, നമ്മൾ ഉറങ്ങുമ്പോ ഉറങ്ങിയാൽ ബാക്കിൽ എന്താ നടക്കുന്നത് നമ്മൾ അറിയില്ല. റൂമിന്റെ ഉള്ളിൽ എന്താ നടക്കുന്ന അറിയില്ല. നിങ്ങളെ മൊബൈൽസിന്റെ ഉള്ളിലും ഡിവൈസസിന്റെ ഉള്ളിൽ എന്താ നടക്കുന്ന അറിയില്ല. ആർക്കറിയാം? അൽ ഹൈ, ഒരിക്കലും മരണമില്ലാത്ത അൽ ഹൈ അല്ലദീ ലാ യമൂത്ത്. ആയത്തുൽ കുർസിയിൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചെന്നത്? നോ സിനത്തും വലാ നോ, ഉറക്കം തൂങ്ങൽ പോലും അള്ളാഹ്ക്കില്ല. അപ്പൊ അള്ളാന്റെ കൺമുന്നിൽ ഒന്നും കവേർഡല്ല.
ഉമർ ഇബ്നുൽ ഖത്താബിന് ഇത് പലപ്പോഴും ഞാൻ പറഞ്ഞൊരു സ്റ്റോറിയാണ്, മക്കൾക്ക് ഇത് പറയുമ്പോൾ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്യും. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഖിലാഫ സമയത്ത് ഒരു ഒരു ആൺകുട്ടി ഒരു ഷബാബ് കട്ടു. ആ കട്ട് കൈ ഹദ് കൈ കട്ട് ചെയ്യണം എന്നുള്ളൊരു ഹദ് ഉമർ ഇബ്നുൽ ഖത്താബ് അത് പറഞ്ഞുതരാം. അവരെ മദർ വന്നിട്ട് പറഞ്ഞു, എന്റെ മോന് പാവാണ്, ആദ്യമായിട്ടാണ് ഇത് ചെയ്ത്, നിങ്ങൾ വിടണം. അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് ഫാറൂഖ്, ഈ ഉമ്മന്റെ ഫാറൂഖ്, നല്ല മോശം നല്ലതും മോശവും തിരിച്ചറിയാൻ കഴിവ് അള്ളാഹ് കൊടുത്ത ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? ആദ്യമായിട്ടാണെങ്കിൽ പുറത്ത് വരൂലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ സിത്തർ ചെയ്യും, കവർ ചെയ്യും. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്, തൗബ ചെയ്യുന്നുണ്ട്, നോക്കി നമുക്ക് ആ ഒരു ഉളുപ്പ് കെട്ടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തെറ്റുകൾ പുറത്തു വരാം. അല്ലാഹുമ്മ അസ്തുർ ഉയൂബന യാ റബ്ബി, ആമീൻ. ഉയൂബന വ ഉയൂബ ഔറാത്ത്, അല്ലാഹുമ്മ അസ്തുർ ഉയൂബന വ ഉയൂബ ദുർരിയാത്തിന യാ റബ്ബ്, ആമീൻ. നമ്മൾ ആ മക്കളെ പറഞ്ഞു കൊടുക്കും. ചിലപ്പോൾ നമ്മളെ ബാക്കിൽ നിന്ന് നമുക്ക് ചെയ്യുന്ന സംശയം ഒക്കെ തോന്നും ചിലപ്പോൾ. അപ്പൊ പറയെന്താ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട്. അള്ളാന്റെ അടുത്താണ് നിങ്ങളെ ഹിസാബ്, ഉമ്മാന്റെ അടുത്തല്ല നിങ്ങളെ ഹിസാബ്. ഉമ്മാക്ക് പറഞ്ഞുതരാനേ പറ്റുള്ളൂ, അല്ലെ? നമുക്ക് എത്രാന്ന് വെച്ചാൽ പോലീസും സിഐഡി ആയിട്ട് ജീവിക്കാൻ പറ്റൂല, അത് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പൊ എന്താണ്, നമുക്ക് അവർക്ക് ടൂൾസ് പഠിപ്പിച്ചു കൊടുക്കലാണ്. നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നിൽക്കേണ്ടതാണ് നമ്മൾ. ഇത് അള്ളാഹ് അറിയുന്നുണ്ട്, ആരറിഞ്ഞിട്ടില്ല, അള്ളാഹ് അറിയുന്നുണ്ട്. അള്ളാഹു ഷദീദുൽ ഇഖാബ്, അള്ളാഹു റഹ്മാൻ റഹീം. ആ ഒരു ബന്ധം അള്ളായിട്ട് അവർക്ക് ഉണ്ടെങ്കിൽ, നമ്മളെ കൺമുന്നിൽ നിന്ന് വലിയ ഫർഅ് കണ്ടിട്ടില്ലെങ്കിലും, വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും, ഈ ഒരു ടൂൾ നമ്മൾ അവരെ മനസ്സിലേക്ക് കയറ്റിക്കൊണ്ട് നിന്നാൽ ബിഇദ്നില്ലാഹി തആല അവര് മനസ്സിലാക്കും, അല്ലെ? അതിന് നമ്മൾ ഫസ്റ്റ് അവര് കാണണം, നമ്മൾ പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മളാണ് ഏറ്റവും ദൂരെ നിൽക്കുന്ന അവരെ കാണണം. നമ്മൾ പറച്ചിലൊന്നും പ്രവൃത്തിയൊന്നും ആവുമ്പോൾ നമ്മളെ മക്കൾ അത് സ്വീകരിക്കാൻ പോകുന്നില്ല, അല്ലെ? അതങ്ങനെയാണ്. നമ്മളൊന്ന് പറയുമ്പോൾ, നമ്മളൊന്ന് പ്രവർത്തിക്കുമ്പോൾ കുട്ടികൾ അത് കാണുമ്പോൾ, കുട്ടികൾ നമ്മൾ ചെയ്യുന്നതാണ് അവര് കേൾക്കുക, നമ്മൾ പറയുന്നതെല്ലാം അവര് കേൾക്കുക. അപ്പൊ എന്താണ്, ഈ ഒരു സംഭവം കുട്ടികളെ മനസ്സിൽ കയറ്റിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോ ട്രബിൾഡ് ഹോംസ് ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരുപാട് അങ്ങനത്തെ ഇപ്പൊ കോവിഡ് സമയത്ത് കഴിഞ്ഞിട്ടൊക്കെ സോഷ്യൽ മീഡിയ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കുട്ടികളുണ്ട്. അവർ സ്ലോലി അതിൽ നിന്ന് വീൻ ചെയ്തെടുക്കുക. പലപ്പോഴും നമ്മൾ ഈ എഡിക്ഷനും കാര്യങ്ങളും ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുന്നത് തന്നെ ബോർഡം കാരണമാണ്. അവർ ബോറടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവർക്കുള്ളിൽ എന്തോ സങ്കടം ഉണ്ടായിട്ടാണ്. എന്താണെന്ന് അവരടുത്തുനിന്ന് സപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കി മുറാഖബ, അള്ളാഹു സുബ്ഹാനഹു തആലയായിട്ടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഉമ്മാനെ നിങ്ങൾ ഏൽപ്പിച്ചതേ ഉള്ളൂ. ഉമ്മ ഇന്നല്ലെങ്കിൽ നാളെ മണ്ണിനടിയിലാണ്, പിന്നെ ഉമ്മ ഒന്നും അറിയില്ല, അല്ലെ? നമുക്ക് സങ്കടം തോന്നും നിങ്ങളെ കാര്യം, നമുക്ക് സങ്കടമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ. പക്ഷെ എന്താ, അതിന്റെ നല്ലതും ചീത്തയും അനുഭവിക്കുന്ന നിങ്ങളാണ്, നമ്മളല്ല. അതിന്റെ വിസർ, അതിന്റെ അമാൽ ചെയ്താൽ നിങ്ങൾക്കാണ് ഗുണം, ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളാണ് പെടുക എന്ന് ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഞാൻ നേരത്തെ വായിച്ച ആയത്ത് സൂറത്തുൽ തഹ്രീമിലുള്ള ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദുല്ല, മദീന പള്ളിയിൽ ഇപ്പോഴും ക്ലാസ് എടുക്കുന്ന നമ്മളെ ഷെയ്ഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഹഫിദുല്ല, അവർക്ക് ആരോഗ്യം ദീർഘായുസ്സും കൊടുക്കട്ടെ, ആമീൻ. അവരെ ആയത്ത് പറഞ്ഞിട്ട് 10 കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മക്കളെ വളർത്തുമ്പോൾ. ഏതായത്താണ്? സൂറത്തു തഹ്രീമിൽ ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്ന് തുടങ്ങുന്ന ആയത്ത്. വിശ്വസിച്ചവരെ നിങ്ങളും നിങ്ങളെ മക്കളും നരക തീയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുത്തുക. ഈ ആയത്തിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഒന്ന്, നമ്മൾ ഏൽപ്പിച്ച കാര്യമാണ്, നമ്മൾ അവരെ ഹറാമിലേക്ക് ഉന്തിവിടരുത്. നമ്മൾ ഖുറാൻ പഠിപ്പിക്കാണ്ടും ദീന് പഠിപ്പിക്കാണ്ടും നമ്മളതായ ലോകത്തും നമ്മളതായ പ്രശ്നത്തിലും നമ്മളതായ ബിസിയിലും നടന്ന് കളിക്കുമ്പോൾ നമ്മളെ മക്കളെ ഉന്തി തള്ളുന്നത് എന്താ? പലപ്പോഴും ദുനിയാവിന്റെ തന്നെ നരകത്തിലേക്കാണ്. അവർക്ക് കോപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നത്, റൈറ്റ്? എഡിക്ഷൻ ആയിട്ടും മറ്റു പല പ്രശ്നങ്ങളായിട്ടും കൺഫ്യൂഷൻസ് ആയിട്ടും സ്റ്റെബിലിറ്റി കാണുന്നില്ല. പിന്നെന്താണ് ഈ ആയത്തിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? നമ്മളെ ഏൽപ്പിച്ച നമ്മൾ എത്ര ഹയർ, നമ്മളിപ്പോ ഒരുപാട് നമ്മൾ കല്യാണം കഴിച്ചിട്ടും പഠിക്കുന്നതിലും വർക്ക് ചെയ്യുന്ന ഒക്കെ ആൾക്കാരുണ്ടാവാം, ഒന്നും തെറ്റല്ല. പക്ഷെ നമ്മളെ മനസ്സിലുള്ള ഉലവിയത്ത്, നമ്മളെ മനസ്സിൽ പറഞ്ഞുകൊണ്ടൊക്കെ കുട്ടികൾ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ അവരെ ചുറ്റും ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ ടൂൾസ് ഇൻജെക്ട് ചെയ്തോടെയൊക്കെ ആ ഒരു ജീവിതം കാണിച്ചുകൊണ്ടേയിരിക്കുക. ഷേഖ് എന്താ പറഞ്ഞത്? ഇത് നമ്മൾ മനസ്സിലാക്കി, ഇത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിൽ നിന്നും 10 കാര്യങ്ങളാണ് ഷേഖ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, ഈ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഒന്ന് ദുആ, അള്ളഹാനോട് ചോദിക്കുക, അള്ളഹാനോട് ശരിക്കും ചോദിക്കുക നമ്മളെ മക്കളെ കാര്യത്തിന് വേണ്ടിയിട്ട്. നമ്മളെ കയ്യിലുള്ളത് ദുആ ഇസ്തിജാബയാണ്. നമ്മൾ ചോദിച്ചാൽ, ഒരു ഉമ്മ ചോദിച്ചാൽ, ഒരു ഉപ്പ ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ട് നമ്മൾ ദുആ റദ്ദല്ല, അല്ല, അള്ളാഹ് സ്വീകരിക്കുന്ന ദുആ ആണ്. മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുക, മക്കളെ എഗൻസ്റ്റ് ഒരിക്കലും നമ്മൾ ദ്വാരക്കാണ്ടിരിക്കുക. ദേഷ്യം പിടിക്കുമ്പോ ഒക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്, നീയൊന്നും ശരിയാവില്ല, നിന്റെ മക്കളെ കൊണ്ട് നീ അങ്ങനെയാവും ഇങ്ങനെ. അസ്തഗ്ഫിറുല്ലാ. എവിടെയാണ് ഷേഖ് ചോദിച്ചോലെ ഐനൽ അഖൂൽ, എവിടെയാണ് നമ്മളെ ചിന്ത? നമ്മളെ കുട്ടികളെ അഗേൻസ്റ്റ് നമ്മൾ എങ്ങനെയാ ദ്വാരക്കുന്നത്? ചിലപ്പോ അവരെന്തെങ്കിലും ചെയ്യും, നീ നരകത്തിൽ പോവും. അസ്തഗ്ഫിറുല്ലാ. അതുകൊണ്ട് എന്താ, നമ്മൾ ദുആ അവരെ നന്മക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അല്ലാഹുമ്മ സയ്യൻഹും ബിസീനത്തിൽ ഈമാൻ യാ റബ്ബ്, അല്ലാഹുമ്മ സയ്യൻഹും ബിസീനത്തിൽ ഈമാൻ വകർരിഹ് ഇലൈഹിമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ വജഅൽഹും മിനർ റാഷിദീൻ വജഅൽഹും ഹുദാത്തൽ മുഹ്തദീൻ വജഅൽഹും മിൻ ഇബാദിക്കസ് സാലിഹീൻ. ആമീൻ. നമ്മൾ ഓരോ ദുർരിയനും ഈമാൻ ഇഷ്ടപ്പെടുന്നവരായിട്ട് മാറ്റട്ടെ. കുഫ്റിൽ നിന്നും ഫുസൂഖിൽ നിന്നും ഇസ്യാനിൽ നിന്നും മോശം കാര്യങ്ങളിൽ നിന്നും ഒക്കെ വിട്ടെക്കുന്ന ഒരു മനസ്സ് നമ്മൾ ഓരോ കുട്ടികൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല തരട്ടെ. ആമീൻ. അപ്പൊ എന്താണ് ഫസ്റ്റ് ദുആ. രണ്ട്, ഇത് ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ പറഞ്ഞ കാര്യങ്ങളാണ്. രണ്ട്, നല്ലൊരു എക്സാമ്പിൾ ആവാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ എന്താണോ ചെയ്യണമെന്ന് പറയുന്നത് അത് മുന്നിൽ ചെയ്യുക. നിസ്കരിക്കുന്ന സമയത്ത് നമ്മളുണ്ടോ ഒന്നും എടുത്തിട്ടില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നിസ്കരിക്കുകയും ചെയ്യില്ല സമയത്ത്. നമ്മൾ ആദ്യം നിസ്കരിക്കുക സമയത്ത് കുട്ടികളോട് നിസ്കരിക്കാൻ പറയാ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. നമ്മളായിട്ടാണ് ഫസ്റ്റ് ചെയ്യാണ്ടിരിക്കേണ്ടത്. പിന്നെന്താ, ഷേഖ് പറഞ്ഞ പോലെ ഒരു ഒരു പ്രയോഗം ഉണ്ട് അറബി ഭാഷയിൽ, അൽ വലതു സിറു അബീഹ്. ഒരു കുട്ടി അവരെ ഫാദറിന്റെ സീക്രറ്റ്, ഫാദറിന്റെ മദറിന്റെ പേരൻസിന്റെ സീക്രറ്റ് ആണ്. നമ്മൾ എന്താണോ ഈ വീട്ടിന്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടുന്നത് അതിന്റെ ഒരു സീക്രറ്റ് ഓപ്പണർ ആണ് മക്കള്, അല്ലെ? എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, എക്സെപ്ഷൻസ് ഉണ്ട്. എന്നാ പിന്നെ എന്താ, രണ്ടാമത്തെ എക്സാമ്പിളിന്റെ അർത്ഥം എന്താ, നമ്മള് ശരിക്കും നമ്മളെ മേലയിൽ തന്നെ ഫോക്കസ് ചെയ്യുക, നമ്മൾ ദീൻ പഠിക്കുക, നമ്മൾ അവരെയും പഠിപ്പിക്കുക. മൂന്ന്, നമ്മൾ മുജാഹദ ചെയ്യും, നമ്മൾ ശരിക്കും സ്ട്രഗിൾ, അവരെ പഠിപ്പിക്കാൻ മുസാബറ, നല്ല ക്ഷമ വേണം. സത്യമാണ്, ക്ഷമ വേണം. അതാർക്കും ഈസിയാണെന്ന് ആരും പറയില്ല, അല്ലെ? നല്ല ക്ഷമ വേണ്ടതാണ്. വസ്തബിർ അലൈഹ വഅ്മുർ ബിസ്സലാത്തി വസ്തബിർ അലൈഹ, സൂറത്ത് താഹ. വസ്തബിർ അലൈഹ, സബറാണ് ശരിക്കുള്ള വാക്ക്. നമുക്കറിയാം അറബി വാക്കുകളിൽ എത്ര ലെറ്റേഴ്സ് കൂടുന്നോ അത്രയും അതിന്റെ അർത്ഥം കൂടും. അപ്പൊ സബർ, വസ്തബിർ എന്നാവുമ്പോ എന്താ, ഒരുപാട് അക്ഷര വ ത ബ ർ ഒക്കെ അല്ല, റ ത വ ഒക്കെ ജോയിൻ ചെയ്ത്, അല്ലെ? വസ്തബിർ. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? വളരെയധികം ക്ഷമ പാലിക്കുക. സൂറത്ത് താഹിലെ ലാസ്റ്റ് നിങ്ങൾ കാണും, വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ. നിങ്ങൾ മക്കളോട് നിസ്കരിക്കാൻ പറയാ, വസ്തബിർ അലൈഹ. നമുക്കൊക്കെ അറിയുന്നതാണ്, നിസ്കരിക്കാൻ എത്ര പ്രാവശ്യം വിളിക്കണം ചില കുട്ടികളെ. എന്നാ പിന്നെ നിസ്കരിച്ച് വരുമ്പോ ഒന്നും എടുത്തിനാ, ഒന്നും ഇല്ലാണ്ട് നിസ്കാരം, അല്ലെ? എല്ലാരും ഒരുപാട് ആൾക്കാർ ചിരിക്കുന്നുണ്ടാവും. ഇത് ഞാൻ ഈ എക്സാമ്പിൾ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് റിലേറ്റ് ചെയ്യും. കുട്ടികൾക്കൊന്നും ഒന്നും എടുക്കാൻ മടിയാണ്. അത്ര ഈ പണ്ടത്തെ പോലെ എവിടെ ഒന്നും പോയി വെള്ളമൊന്നും എടുക്കണ്ട, ടാപ്പ് തുറന്ന വെള്ളം ഇങ്ങനെ വരും, എന്നാലും ഒന്നും എടുക്കാൻ മടിയാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്, വസ്തബിർ അലൈഹ. ശരിക്കും നല്ല ക്ഷമ വേണ്ടുന്ന കാര്യമാണ്. അവരെ നല്ല രീതിയിൽ അഡ്വൈസ് ചെയ്യുക. കുറച്ച് ഹാർഡ് ആവേണ്ട സ്ഥലത്ത് ഹാർഡ് ആവാം. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല്, സ്ട്രിക്റ്റ് ആവേണ്ട അടുത്ത് സ്ട്രിക്റ്റ് ആവുകയും ചെയ്യില്ല, ലീനിയന്റ് ആവേണ്ട അടുത്ത് ലീനിയന്റ് ആവുകയും ചെയ്യില്ല. നമ്മൾ അക്സാണ്. അതെന്താന്ന് വെച്ചാൽ നമ്മളൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ അല്ലാത്തതുകൊണ്ട്. നമ്മൾ സ്ട്രോങ് ആയി സ്ട്രിക്റ്റ് ആയി നിൽക്കേണ്ട കാര്യങ്ങളിൽ നമ്മൾ സ്ട്രിക്റ്റ് ആവൂല, അങ്ങനെ അല്ലാത്ത കാര്യത്തിൽ നമ്മൾ സ്ട്രിക്റ്റ് ആവും. നിസ്കാരം അത് കളയാനേ പറ്റൂല, അല്ലെ? ബാക്കിയെല്ലാം നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ചിലപ്പോൾ കണ്ണടക്കേണ്ടി വരും. അപ്പൊ അത് നമ്മൾ എപ്പോഴും അവർ അഡ്വൈസ് ചെയ്തുകൊണ്ടേക്കുക, അവർ ഫോളോ. മതി, പറഞ്ഞ് മടുത്ത്, ഇനി ഞാൻ പറയാൻ പോകുന്നില്ല. അത് നമുക്ക് മക്കളെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യും. ഒരിക്കലും ഗിവപ്പ് ചെയ്യരുത്. അവനിനി നന്നാവൂല, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയരുത്. നമ്മൾ ഒരിക്കലും ഗിവപ്പ് ചെയ്യരുത്. അതെന്താ, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളത് ചെയ്തുകൊണ്ടേക്കുക. നാലാമത്തെ കാര്യം എന്താണ്, എങ്ങനെയൊക്കെ അവരെ നല്ല രീതിയിലേക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ കൊണ്ടുവരാം. ഇപ്പൊ നമുക്കിപ്പോ ഓൺലൈൻ ലെക്ചേഴ്സ്, ഇപ്പൊ ഇവരെ ഇത്ഖാൻ അക്കാഡമി, അങ്ങനെ ഓരോ മദ്രസകളും ഓൺലൈൻ ഇവന്റ്സും, പിന്നെന്താണ് നമ്മളെ നാടുകൾ, നമ്മൾ എന്റെ മദേഴ്സായിട്ട് ഞാൻ എപ്പോഴും എന്റെ കൂട്ടായ്മയിൽ ഞാൻ പറയുന്ന കാര്യമാണ്, ഷബാബ്, നമ്മൾ യൂത്തിന് വേണ്ടുന്ന നല്ല മെന്റേഴ്സ് ആണ്. അത് ചിലപ്പോൾ ഉമ്മമാർ തന്നെ ആവണമെന്നില്ല. നമ്മളെ ചുറ്റും പല സ്ത്രീകളും ഉണ്ട്, നമ്മളെ പെൺകുട്ടികൾക്ക് മെന്റർഷിപ്പ്. നമുക്ക് ആ ഒരു കൂട്ടായ്മ, നമുക്ക്
അല്ല നമ്മളെന്താ, ഓ ഇവര് ഭയങ്കര ദീനിയാണെങ്കിൽ കുട്ടികൾ അങ്ങനെ കേട്ടോ, അങ്ങനത്തെ ഒരു സൊസൈറ്റി എല്ലാം നമുക്ക് വേണ്ടേ. ഒരുമിച്ച് കൊണ്ടുവരാ, അവർ ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് നല്ല ഹലക്കുകൾ നടത്താൻ, കുറച്ചൊക്കെ ആക്ടിവിറ്റീസ്, അവർക്ക് ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ ഇഷ്ടമുള്ള പ്രായമാണ്, അതിലൊന്നും തെറ്റില്ല. ഹലാലായ രീതിയിൽ നമ്മൾ അവർക്ക് കുറച്ച് എന്റർടൈൻമെന്റ് കൊടുക്കുക, എന്നാൽ പിന്നെ കുറച്ച് നല്ല ദീന് പഠിപ്പിച്ചു കൊടുക്കുക. നല്ല അവർക്കൊക്കെ ഇഷ്ടമാണ് ലീഡർഷിപ്പ്, എംപവർമെന്റ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ വാക്കുകൾ. അത് ഇസ്ലാമിലുള്ള കാര്യമാണ്, അത് ഇസ്ലാമിന്റെ ഫോറിൻ അല്ല. നമ്മൾ അതൊക്കെ ഉൾക്കൊണ്ട് അവരെ ഒരുമിച്ച് കൊണ്ടുവരാം. ആ ജനറേഷൻ നമ്മൾ കൂട്ടിപ്പിടിക്കാം. പിന്നെന്താണ് അഞ്ചാമത്തത്, നമ്മൾ അള്ളാന് തഖ്വ പാലിക്കുന്ന ആൾക്കാരാവാ, അവരെ മനസ്സിലേക്കും തഖ്വ കയറ്റുക. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അല്ലെ, മുറാഖബ, അവരോട് ആ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാനല്ല പോലീസ് എന്ന് അവരെ മനസ്സിലാക്കണം എന്നല്ലേ. ഞാനല്ല പോലീസ് എന്ന് ഞാൻ പറയുന്നത് എന്റെ പേരൻസ്. നമ്മൾ പേരൻസ് അല്ല, ആ ഒരു ചിന്ത അവർക്ക് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ അവരെന്തെങ്കിലും, ഇപ്പൊ ചില കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഒരു തരം അഡിക്ഷൻ ആണ്, അത് ഓവർ ദ ലിമിറ്റ് പോകുന്ന ഒരു അവസ്ഥ ഒക്കെ ഉണ്ടാവുമ്പോൾ അത് ദഖീഖായിട്ട്, ഷേഖ് എന്താ പറഞ്ഞ, ദഖീഖ് മീൻസ് ഡീറ്റെയിൽ ആയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക. നമുക്ക് പറ്റൂല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരെ നമ്മളെ കൂടെ നിർത്തി അവരെ അതിൽ നിന്ന് സ്നേഹത്തോടെയും പക്ഷെ ഫേംനെസ്സോടെയും, സ്നേഹവും വേണം ഫേമും ആവണം. നമ്മൾ ഇൻചാർജാണ്, അടിപിടി കുത്തും അതല്ല വേണ്ടത്. നമ്മൾ സ്നേഹത്തോടെ നല്ല രീതിയിൽ പക്ഷെ ഇത് ചെയ്തിരിക്കണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ അവരോട് കാണിക്കേണ്ടത്. ആറാമത്തേത്, നല്ല കൂട്ടുകെട്ട് പറഞ്ഞോണ്ടേ ഇരിക്കുക. അതിനുള്ള നല്ല കൂട്ടുകെട്ട് നമ്മളും തെരഞ്ഞെടുക്കുക, നമ്മളും നമ്മളെ ഫ്രണ്ട് സർക്കിൾ നന്നാക്കുക, അവർക്കും നല്ല ഫ്രണ്ട് സർക്കിൾ ആണോ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിന്റെ ഒരുപാട് ഹദീസുകളുണ്ട്, ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഓരോരുത്തർക്കും വായിക്കേണ്ടതേ ഉള്ളൂ അല്ലെ. ഹദീസിലെ ഒരുപാട് റസൂൽ സല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നല്ല ജലസത്ത് സൂ എങ്ങനെയാണ്, മോശമായ ഫ്രണ്ട്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഫ്രണ്ട്സ് ആണ് എല്ലാം. ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കുന്ന കാണുമ്പോൾ അപ്പൊ നമ്മൾ കുറച്ച് അറ്റൻഷനോടെ നിൽക്കണം അല്ലെ. നമ്മൾ നമ്മളതായ പ്രശ്നങ്ങളും പൊളിറ്റിക്സും എന്താണ് ജോലിയും അതിലൊക്കെ, കുട്ടികൾ ആരോടാ സംസാരിക്കുന്ന, ഓൺലൈൻ കുറെ ഫ്രണ്ട്സിന്, അതൊക്കെ നമ്മൾ ആരാണ്, എങ്ങനെയാണ് കുട്ടികളെ സ്കൂൾ ഹൗസ് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാം. ഏഴാമത്തത്, നമ്മൾ ആസ് പേരൻസ് എന്താ മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മളെ വാജിബായ നമുക്ക് ചിലപ്പോൾ തളരും, ഒരു തളർച്ച മതി, എനിക്ക് കഴിയുന്നില്ല എന്നൊക്കെ നമ്മൾ തോന്നും. പക്ഷെ എന്താ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ ജീവിതത്തിന്റെ സ്പാനിൽ അൽഹംദുലില്ലാഹ് അല്ലാഹ് നമുക്ക് മക്കളെ തന്നിനെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണിത്. അതേപോലത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം, നല്ല ഫ്രണ്ട്സ് നമുക്കുണ്ടെങ്കിൽ, നല്ല നമ്മളെ നമ്മൾ പറയുന്ന മനസ്സിലാക്കുന്ന സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അവരെ കൂട്ടിപ്പിടിച്ച് ഈ റെസ്പോൺസിബിലിറ്റിക്ക്, ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ടോക്സ് അല്ലെ, എനിക്കും ടീനേജ് മക്കളുണ്ട്, നിങ്ങൾക്കും ടീനേജ് മക്കളുണ്ട്, നമ്മൾ ആരും ഇത് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ഗ്രൂപ്പ് തന്നെ നമ്മൾ മക്കളെ വളർത്താൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ടിപ്സ് ഷെയർ ചെയ്യുക, എന്താണ് ചെയ്യുന്നത്, അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് എന്താ, മസ്ഊലിയത്തിൽ നമുക്ക് ഒളിച്ചോടാൻ പറ്റില്ല, നമുക്ക് കണ്ണടക്കാൻ പറ്റൂല, നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. എട്ടാമത്തത് എന്താണ്, നമുക്ക് ഒരുപാട് റോൾ മോഡൽസ് ഉണ്ട്, നബിമാർ, സാലിഹ്യങ്ങൾ അല്ലെ, അവരൊക്കെ എങ്ങനെയാണ് ജീവിച്ചത്, അവരെങ്ങനെയാ മക്കളെ വളർത്തിയത്, അത് കംപ്ലീറ്റ്ലി നമുക്ക് ഈ കാലഘട്ടത്തിലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ ഉസൂലും നമ്മളെ ഉസൂലും ഒന്നാണ്. അവർ അള്ളാഹിനെ പറ്റി പഠിപ്പിച്ചു, നമ്മൾ അള്ളാഹിനെ പറ്റി പഠിപ്പിക്കുക. അവർ ദീന് പഠിപ്പിക്കാൻ നല്ലോണം കഷ്ടപ്പെട്ടവരെ നമ്മളും അതേപോലെ, ഇപ്പൊ നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറങ്ങാണ്ട് ഇപ്പൊ കുട്ടികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാം. അതൊക്കെ നമ്മൾ ചെയ്യാം. ഒമ്പതാമത്തെ, ഞാനിപ്പോ പറയുന്നത് എല്ലാം നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ, ഷേഖ് പറഞ്ഞ ഒമ്പതാമത്തെ പോയിന്റ് നിങ്ങൾ എന്തായാലും ഓർക്കണം. റിസൾട്ട്സിന് വേണ്ടി പെട്ടെന്ന് റഷ് ചെയ്യരുത്. ഞാൻ ഇന്ന് അവരോട് ഇത് പറഞ്ഞു, ഇന്ന് തന്നെ അവരത് ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ വിടണം. ഞാൻ ഇങ്ങനെയാണ് ഈ കുട്ടികളെ വളർത്തിയത്, ഞാൻ ഇതന്നെ കാണണം എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ വിടണം. നമ്മളെപ്പോഴും അവർ നന്നാവേ ചെയ്യുള്ളൂ, നമ്മൾ വിചാരിച്ചാലും കാണും ഹൈറിൽ എത്തുള്ളൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിലും നമ്മൾ അതിങ്ങനെ നോക്കിക്കരുത്. നിന്നോടല്ലേ 2 പ്രാവശ്യം പറഞ്ഞ നിസ്കരിക്കാൻ, എന്താന്നിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കുക, മുസാബറ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജെല്ലി ഫിഷ് പേരന്റ് ആവാണ്ടിക്ക. ഓ നീ നിസ്കരിക്കുന്നില്ല, ഓ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, പറ്റുമ്പോ നിസ്കരിച്ചാൽ ഇല്ല, നിസ്കാരം നിസ്കാരാണ്, കളവ് പറയരുത്, ഇമ്മോറാലിറ്റി പറ്റൂല. നമ്മൾ അങ്ങനെയാണ്. ഫേംനെസ്സിനടുത്ത് ഫേംനെസ്, എന്നാ പിന്നെ കണ്ടിന്യൂസ് അഡ്വൈസ്. മക്കളെ നിസ്കരിക്കും, മക്കളെ ഇതൊന്നും നല്ലതല്ല, കണ്ണെന്താ കാണുന്നു, ചെവി എന്താ കേൾക്കുന്നത്, ഇറ്റ് എഫക്ട്സ് യുവർ ഹാർട്ട്, നിങ്ങളെ മനസ്സിലേക്കാ പോണം, ബി കെയർഫുൾ, ബി കെയർഫുൾ. അഡിക്ഷൻ ആണിത്. അത് നമ്മൾ എല്ലാതരം നല്ല കോൺവെർസേഷൻ. പക്ഷെ എന്താ, നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ തളരരുത്. ഇന്നല്ലെങ്കിൽ നാളെ, ഷേഖ് പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ റിസൾട്ട് കാണുമെന്നുള്ള ഉറപ്പോടെ തന്നെ അവരോട് ഡീൽ ചെയ്യാം, അവരോട് റഹ്മ കാണിക്കുക, അവരോട് ഹിൽമ കാണിക്കുക. ഈ കുട്ടികൾ വളരുന്ന കുട്ടികളാണ്.
നമുക്കില്ലാത്ത ഒരുപാട് ചാലഞ്ചസ് അവർക്കുണ്ട് അല്ലേ? ഈ ഇങ്ങനെ ആയിരിക്കണം, കാണാൻ ഇങ്ങനെ ആയിരിക്കണം, ഈ ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാരണം പെൺകുട്ടികൾ ഇപ്പൊ 10 വയസ്സ് മുതൽ ഇപ്പോ സൂസൈഡ് റേറ്റ്സ് കൂടിയിട്ടുള്ള ഫ്രം 2000 ഓൺവേർഡ്സ്. എന്തുകൊണ്ടാണത്? ഇൻസ്റ്റഗ്രാം പുറത്ത് വന്നേരെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലിയർ ആണ്, അസോസിയേഷൻ ഉണ്ട് 2011 or 2015 എപ്പോഴാണെന്ന് വെച്ചാൽ ഡിപ്രഷൻ ഗേൾസിലാണ് പീക്ക് ചെയ്തിട്ടുള്ളത്. എന്താ വെച്ചാൽ എന്നെ കാണാൻ രസമില്ല, എന്റെ കളർ രസമില്ല, എന്റെ സ്കിന്ന് രസമില്ല, എന്റെ മുടി ഇങ്ങനെ, എന്റെ തല ഇങ്ങനെ, സുബ്ഹാനല്ലാഹ്. അപ്പൊ അവർക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക. അവരെ കൂടെ നിന്ന് നമ്മൾ അവരെ അതിൽ നിന്നും കരകയറ്റാം. പിന്നെന്താ 10ാമത്തത് ഷേഖ് പറഞ്ഞത്? എക്സ്ട്രീം കെയർ ആൻഡ് ഫോക്കസ് ഓൺ സല. നിസ്കാരം നമ്മൾ ഫോക്കസ് ചെയ്യാം, നല്ലോണം ഫോക്കസ് ചെയ്യാം നിസ്കാരം. അതിലൊരു കോംപ്രമൈസും നമ്മൾ വിടാണ്ടിരിക്കുക. നിസ്കാരം നമ്മൾ അത് അത് നമ്മൾ ആദ്യം ശരിക്കും നിസ്കരിക്കണം, ടൈമിന് നിസ്കരിക്കണം. നിസ്കാരം കോംപ്രമൈസ് ചെയ്യാൻ കുട്ടികൾ വിടാനേ പാടില്ല. എന്താ വെച്ചാൽ നിസ്കാരം നമ്മൾക്ക് ഒരു പ്രൊട്ടക്ഷനാണ്. എന്നോട് ഒരു കുട്ടി ചോദിച്ചതാണ്, ആ സമയത്ത് ഒരു 16 വയസ്സുണ്ടോ, ഒരു കുട്ടി ചോദിച്ചതാണ്. ആ കുട്ടി സുബ്ഹാനല്ലാഹ് എല്ലാം ഒരു വളരെ പ്രാക്ടീസിങ് ആയിട്ടുള്ള ദീനിന്റെ ഖുർആന്റെ ഇടയിൽ വളർന്ന കുട്ടിയാണ്. എന്തായാലും ഓരോ പരീക്ഷണങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടാവും. അങ്ങനത്തെ ഒരു പരീക്ഷണത്തിൽ ആ കുട്ടി പെട്ടുപോയി. എന്നിട്ട് ആ കുട്ടി എന്നോട് ചോദിച്ചതാണ്, ഞാൻ ഇത്ര നിസ്കരിച്ചിട്ട് എനിക്ക് എന്താണ് ഇതിൽ ഞാൻ പെട്ടുപോയത്? അപ്പൊ ഞാൻ ചോദിച്ചത്, നിസ്കാരം എങ്ങനത്തെ നിസ്കാരാണ്? മുഖീമുസ്സലാത്താണോ, കോൺസെൻട്രേഷൻ? അപ്പൊ ആ കുട്ടി പറഞ്ഞില്ല, ഞാൻ ജസ്റ്റ് അങ്ങനെ നിസ്കരിക്കലാണ്. ഞാൻ അങ്ങനത്തെ നിസ്കാരമല്ല നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുക. നമ്മൾ ശരിക്കും നിസ്കാരം പ്രൊട്ടക്ട് ചെയ്യുക. നമ്മൾ ആ നിസ്കാരത്തിൽ വളരെയധികം ഫോക്കസ് ചെയ്ത് മുജാഹിദ നടത്തി നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു ചെയ്യുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആ കുട്ടി അപ്പൊ അതിന്നൊക്കെ ഇറങ്ങി മാഷാ അല്ലാഹ് തബാറകല്ലാഹ് യഹ്ഫദ്ഹു. ആ കുട്ടിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഖൈറിലാക്കട്ടെ. അവർ നല്ലതിലേക്ക് വിളിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ നമ്മളെ മക്കൾ ചിലപ്പോൾ അങ്ങനെ തെറ്റുകൾക്കൊക്കെ പറ്റും. അപ്പൊ ആ സമയത്ത് നമ്മൾ തളരാണ്ട് വിശ്വാസമുള്ള ഒരാളെ അവരെ കൂടെ നിർത്തി നമ്മളും ആ പുറത്തുള്ള ആളെ കാണും, നമ്മളും അവരെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതിൽ പെട്ടുപോയതാന്ന് കുട്ടി, എനിക്കറിയാം എന്റെ മോളായാലും മോനായാലും എല്ലാം ഹൈറിലാവും. മക്കൾ നിസ്കരിക്കുക, ദ്വാരക്ക് നോക്ക്. അപ്പൊ അവർ പിന്നെ വീണ്ടും വീണ്ടും വീഴുമ്പോൾ നമ്മൾ ഫേമും ആവാൻ പറയില്ല, മക്കളെ ദിസ് നോട്ട് ഗുഡ് ഫോർ, ഇത് നിങ്ങൾക്ക് നല്ലതിനല്ല, നിങ്ങൾ അത് തിരിച്ചു വലിക്കുക. സുബ്ഹാനല്ലാഹ്, അങ്ങനെ പലതും നമുക്ക് കാണാം. ഈ ഒരു സ്റ്റോറി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമയത്ത് ഉണ്ടായതാണ്. ഓക്കെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ പറയാണ്, ഞാൻ പാരഫ്രൈസ് ചെയ്യാണ് കേട്ടോ, കറക്റ്റ് ഹദീസ് അല്ല ഞാൻ പറയുന്നത്, സംഭവിച്ച് ഞാൻ പറയാം. റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എനിക്ക് സിന ചെയ്യാൻ പെർമിഷൻ തരുമോ? എല്ലാവരും മുന്നിൽ നിന്ന് വെച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലിരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കാണ്, ഈ സിന എനിക്കൊന്ന് ചെയ്യാനുള്ള പെർമിഷൻ തരുമോ? അപ്പൊ സഹാബാക്കളെ സൗണ്ട് ആക്കി, എന്ത് ചോദിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് ആലോചിക്കണം, ഖുദ്വത്തുൽ ഹസന, ഉസ്വത്തുൽ അഖ്ലാഖ്, എന്താ പറയാ, അഹ്സനുൽ അഖ്ലാഖ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വിളിപ്പിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. നല്ല അടുത്ത് വിളിപ്പിച്ചു. അടുത്തിരുന്നേരം ചോദിച്ചു, നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഉമ്മ ചെയ്താൽ ഇഷ്ടാവും? ഇല്ല. ആ ഷബാബ് പറഞ്ഞില്ല. സിസ്റ്റർ ചെയ്താൽ ഇല്ല, ആണ്ട് ചെയ്താൽ ഇല്ല. അപ്പൊ ഓരോരുത്തരും ഉമ്മ, സിസ്റ്റർ, ആണ്ടാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് ഷേഖ് അബ്ദുർ റസാഖ് അൽ ബദർ തന്നെയാണ് ഇത് പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൈ ഈ ഷബാബിന്റെ ചെസ്റ്റിൽ വെച്ചിട്ട്, ഹൃദയത്തിൽ വെച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ ചെയ്തു. അല്ലാഹുമ്മ ഗ്ഫിർ ദംബഹു, ഈ ഷബാബിന്റെ തെറ്റുകൾ നീ പുറത്തു കൊടുക്കണേ. വത്തഹിർ ഖൽബഹു, ഈ ഷബാബിന്റെ കൽബിനെ നീ ക്ലിയർ ആക്കി കൊടുക്കണേ, പ്യൂർ ആക്കി കൊടുക്കണേ, ക്ലീൻ ആക്കി കൊടുക്കണേ. വഹസ്സിൻ ഫർജഹു, അവന്റെ ഗുഹ്യസ്ഥാനം നീ ഹസ്സിനാക്കണേ, നീ അതിനെ പ്രൊട്ടക്ട് ചെയ്യണേ. അത് കഴിഞ്ഞ് ആ ഷബാബ് എഴുന്നേറ്റണം. ആ ഷബാബ് എന്താ പറഞ്ഞ സഹാബി, ഞാൻ പിന്നെ ആ ഭാഗത്തേ നോക്കിയിട്ടില്ല. അപ്പോ ഷേഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഇത് പറഞ്ഞെന്ന് വെച്ചാല്, ഈ ഷബാബ് ഉണ്ടായത് ഏത് കാലഘട്ടത്തിലാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലാണ്. ഇപ്പോഴത്തെ നമ്മളെ മക്കളുള്ള കാലഘട്ടം എങ്ങനെയാണ്? അവരെയും കാണും ഒരുപാട് ചാലഞ്ചസ് ഉള്ള കാലഘട്ടത്തിലാണ് നമ്മളെ മക്കൾ ഇപ്പൊ വളരുന്നത്. സിന
തേടിപ്പോണ്ട ആവശ്യമില്ല. അവരെ കൈന്റെ അടിയിലാണ് അത് വരുന്നത്. അവർ കാണണ്ടെന്ന് വിചാരിച്ചാലും പോപ്പപ്സ് ആയിട്ട് അവരുടെ കണ്ണിലേക്ക് വരികയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പൊ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര സ്നേഹത്തോടെയും 3 കാര്യങ്ങളാണ് ഷേഖ് പറഞ്ഞത്. റസൂല് കാണിച്ച റഹ്മ, ഷബാബാണ്, ചെറുപ്പക്കാരനാണ്, അഫ്കോഴ്സ് അവർക്ക് താല്പര്യം ഉണ്ടാവും, കറക്റ്റ്, അത് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത്തത് നല്ല അഡ്വൈസ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിത്തെറിക്കല് എന്തേ ചോദിക്കുന്നതെന്നല്ല ചോദിച്ചത്. ഉമ്മ ചെയ്ത ഇഷ്ടാവോ, പെങ്ങള് ചെയ്ത ഇഷ്ടാവോ, വളരെ ഇന്റലിജന്റ് ആയിട്ട് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് റസൂൽ പറഞ്ഞു കൊടുത്തത്. കുട്ടിക്ക് മനസ്സിലായി, ഷബാബിന് മനസ്സിലായി. പിന്നെന്താ മൂന്നാമത്തേത്, ഹൃദയത്തിൽ നിന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അമീൻ വസാദിഖ് മസ്തൂഖ് സാദിഖുൽ മസ്തൂഖ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. ആ സിദ്ഖായിട്ടുള്ള ദുആ, ഇത് മൂന്നും ഭയങ്കര സ്ട്രോങ് കോമ്പിനേഷൻ ആണ് ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ബദർ റഹിമഹുല്ലാ ഹഫിദുഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു തന്നിരുന്നത്. എന്താണ്, നമുക്ക് മക്കൾ പറഞ്ഞു കൊടുക്കും, പല തെറ്റുകളും ചിലപ്പോൾ അവർ വീണുപോകും, അവർ മനുഷ്യന്മാരാണ്. നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ മലായിക്കുകളല്ല വളർത്തുന്നത്. നമ്മൾ ഖുറാന്റെയും എല്ലാ അങ്ങനത്തെ വീടുകളിലാണെങ്കിൽ നമ്മൾ വളർത്തുന്നത് മനുഷ്യന്മാരാണ്, മലായിക്കളല്ല. തെറ്റ് പറ്റിപ്പോവും. അവിടെ നമ്മൾ തളരരുത്. അവരെ ഷെയ്ത്താന്റെ അഗൈൻസ്റ്റ്, ഷേഖ് പറഞ്ഞ പോലെ നീ നന്നാവൂല, നീ എങ്ങനെയാണ് പറയുമ്പോൾ നമ്മൾ എന്താ, ഷെയ്ത്താൻ ഹെൽപ്പ് ചെയ്യാണ്. ആ കുട്ടി വഴി തെറ്റാനുള്ള എല്ലാ വഴികളും നമ്മൾ തുറന്നുതരാണ്. പക്ഷെ എന്താണ്, നമ്മളെ മക്കൾക്ക് വേണ്ടി ദുആഇർക്ക, അല്ലാഹുമ്മഗ്ഫിർ ദംബഹും വതഹിർ ഖൽബഹും ഖുലൂബഹും വഹസ്സിൻ ഫുറൂജഹും. അല്ലാഹുമ്മഗ്ഫിർ ദുനൂബഹും വതഹിർ ഖുലൂബഹും വഹസ്സിൻ ഫുറൂജഹും. നമ്മളത് ദുആഇർക്ക, എന്റെ മക്കളെ തെറ്റുകൾ നീ പുറത്തു കൊടുക്കണേ, അവരെ മനസ്സുകളെ നീ പ്യൂർ ആക്കണേ, അവരെ ഗുഹ്യസ്ഥാനത്തിനെ നീ പ്രൊട്ടക്ട് ചെയ്യണേ. യാ റബ്ബ് അല്ലാഹു സയ്യൻഹും ബിസീനത്തിൽ ഈമാൻ. അവരെ നീ ഈമാന്റെ ബ്യൂട്ടിഫിക്കേഷൻ കൊണ്ട് അവരെ നീ ബ്യൂട്ടിഫൈ ചെയ്യണേ. വകർരിഹ് ഇലൈഹിമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ. അവരെ മനസ്സിലേക്ക് വെറുപ്പിട്ട് കൊടുക്കണേ, കുഫറിന്റെ അഗേൻസ്റ്റും ഇസ്യാന്റെ അഗേൻസ്റ്റും എല്ലാ ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങൾ ഫാഹിഷയിൽ നിന്നും ഒക്കെ അവർക്ക് വെറുപ്പിട്ട് കൊടുക്കണേ. അത് നമ്മളെ കയ്യിലാണ്. സാദിഖായിട്ടുള്ള ദുആ. ഈ ഒരു ഹദീസ് പറഞ്ഞതിന്റെ ശേഷം മദീനയിലുള്ള ഷേഖ് പറയാണ്, നമ്മൾ ഇപ്പോഴത്തെ ഷബാബ്, നമ്മളെ ചെറുപ്പക്കാർക്ക് വേണ്ടുന്നത് നമ്മളെ ഷിദ്ദയല്ല, നമ്മളെ റഹ്മയാണ്. നമ്മൾ അവരോട് കരുണ കാണിക്കുക, നമ്മൾ അവരെ ട്രൂത്ത്ഫുള്ളി വിളിക്കുക, ദീനിലേക്ക് മനസ്സോടെ വിളിക്കുക, ഹിക്മത്തോടെ വിളിക്കുക, സ്നേഹത്തോടെ വിളിക്കുക. അല്ലാണ്ട് നിങ്ങളൊക്കെ ഒരു വഴി തെറ്റിയ ഒരു തരം ആൾക്കാരാണല്ലോ, ഒന്ന് തിരിഞ്ഞിങ്ങോട്ട് വരുമോ, ആ ആറ്റിറ്റ്യൂഡ് അല്ല. എന്താണ്, നമ്മള് ഇപ്പോഴത്തെ കുട്ടികളെ ഭാഷയെ പറഞ്ഞ സെൽഫ് റൈറ്റിയസ്, അങ്ങനെ അവിടെ പറയും. വി ഡോണ്ട് വാണ്ട് ടു ഹിയർ സെൽഫ് റൈറ്റിയസ് ടോക്ക്, അങ്ങനെ അവർ പറയും. നിങ്ങൾ കറക്റ്റ്, നമ്മൾ തെറ്റ്, അത് നമുക്ക് കേൾക്കാൻ ആഗ്രഹമില്ല, താല്പര്യമില്ല. അതാണ് ഇപ്പോഴത്തെ കുട്ടികളെ വർത്താനം. സുബ്ഹാനല്ലാഹ്, അതെനിക്ക് തോന്നുന്നു വലിയ ആൾക്കാർക്കും ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. പക്ഷെ എന്താ, ഈ ഹദീസ് നമ്മൾ എങ്ങനെ പഠിക്കുന്ന, റസൂലിന്റെ റഹ്മ, റസൂലിന്റെ ഹുസ്നുൽ നുസ്ഹ്, എന്താണ്, നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പലപ്പോഴും കുട്ടികൾക്ക് നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാവില്ല. അവിടെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുക. മക്കൾക്ക് അറിയോ, ഈ മ്യൂസിക് എന്നൊക്കെ പറയുന്നത്, ഈ ഇന്ന സ്ഥലത്ത് ഇന്ന പഠനം നടന്നിട്ടുണ്ട്, മ്യൂസിക്കാണ് പബ്സിൽ ഫസ്റ്റ് ഡ്രഗ് അഡിക്റ്റിന്റെ വഴി മ്യൂസിക്കാണ്, അവിടെ നിന്നാണ് എല്ലാ ഫാഹിഷ തുടങ്ങുക. അങ്ങനത്തെ ഫാഹിഷ സ്പ്രെഡായ സൊസൈറ്റിന്റെ അവസ്ഥ എന്താണ്, ഒക്കെ നമ്മൾ പഠിപ്പിച്ച്, നമ്മൾ നല്ല കോൺവെർസേഷൻസ് അവരെ കൂടെ ഉണ്ടായിരിക്കണം. പിന്നെ ഷെയ്ഖ് റുഹൈലി റഹിമഹുല്ലാ ഹഫിദുഹുല്ലാ അഗൈൻ മദീനയിലുള്ള ഒരു ഷെയ്ഖിന്റെ അടുത്ത് ഈ സോഷ്യൽ മീഡിയനെ പറ്റി ചോദിച്ചിട്ടും അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അത് നല്ലതിന് യൂസ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക കുട്ടികൾക്ക്. അത് ഒരുപാട് നന്മ. ഇപ്പൊ നമ്മൾ തന്നെ ഇത്ഖാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മദ്രസ ബാച്ചിന്റെ കാര്യത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അത് ഓൺലൈൻ നടക്കുന്നതാണ്. അൽഹംദുലില്ലാഹ്, ഓൺലൈൻ ഇരുന്നും കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ശുയൂഖന്മാരും ടീച്ചേഴ്സിനും ക്ലാസ്സും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരെ ഗൈഡ് ചെയ്യലാണ് നമ്മളെ പണി. നമ്മളിപ്പോ ഡോക്ടർ ഷിമി കെ ക്യാങ് പോലത്തെ ഹാർവേഡ് ട്രെയിൻഡ് സൈക്കാട്രിസ്റ്റിന്റെ ഒക്കെ ബുക്കുകൾ തന്നെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ഡീറ്റോക്സ് നടത്തുക, എങ്ങനെയാണ് ഹെൽത്തി ആയിട്ട് ഈ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുക എന്നൊക്കെയുള്ള എല്ലാ രീതിയിലും നമ്മൾ പഠനങ്ങൾ നടത്തി നല്ല രീതിയിൽ നമ്മൾ വീട്ടിലത് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു 5 മിനിറ്റും കൂടി എനിക്ക് തരണം. ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ടീനേജേഴ്സിന്റെ കാര്യം പറയുന്നതുകൊണ്ട് ആണ് നമ്മൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന്, അവർക്ക് എത്ര നമ്മൾ ഓട്ടോണമി കൊടുക്കുന്നോ, അവർക്ക് എത്ര നമ്മളെ അഭിപ്രായം, ഫോർ എക്സാമ്പിൾ, അവർക്ക് എവിടൊക്കെ ഒരു ചോയ്സ് കൊടുക്കാൻ പറ്റുമോ അവർക്ക് ചോയ്സ് കൊടുക്കുക. എന്താണ്, ഈ കളർ എനിക്ക് വേണ്ട,
എനിക്ക് ഈ കളർ ആവണ്ട, കളർ ഇട്ടോട്ടെ, കുഴപ്പമില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ഓക്കെ, കോർ പ്രിൻസിപ്പിൾസിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. പക്ഷെ എവിടൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമോ, അവരെ രീതിയിൽ വിടാൻ പറ്റുമോ, ഹലാലായ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ കുറച്ചവിടെ ഓട്ടോണമി വേഴ്സസ് അലോ, ലൈക്ക് അവർക്ക് എവിടൊക്കെ അവർക്കൊരു ടീനേജ് പ്രായത്തിന് എന്താ വെച്ചാൽ എനിക്ക് എപ്പോഴും നിങ്ങൾ അടിയിൽ നിൽക്കാൻ ഒരു താല്പര്യമില്ല, നിങ്ങൾ പറയുന്ന പോലെ അല്ല എല്ലാ കാര്യം, അതാണ് അവരുടെ ചിന്ത. അത് നമ്മൾ വളരെ സ്ട്രാറ്റജിക്കലി നീങ്ങാം. അവർക്ക് എത്ര കൊടുക്കാൻ പറ്റും, അവർക്ക് എത്ര വിൽക്കാൻ പറ്റും. നമ്മളാണ് ഇൻചാർജ്. പക്ഷെ നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കാം. എന്താണ് പറയുന്നത്, മക്കൾ പറ, എന്താണ് നിങ്ങളുടെ പ്രശ്നം, അവർ സംസാരിക്കാൻ വിടാം, അവർ പറയുന്നത് കേൾക്കുക. നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ അവരെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയില്ല. നമ്മൾ കുറച്ച് സംസാരം കുറച്ചിട്ട് അവരെ മനസ്സിനുള്ളിൽ എന്താന്നുള്ളത് നമ്മൾ വലിച്ചെടുക്കുക. എന്താണ് അവരുടെ പ്രശ്നം, എങ്ങനെയാണ്, എന്താണ് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മൾ ചെയ്യുക. രണ്ടാമത്തത്, നമ്മൾ സബറോടെയും ക്ഷമയോട് ഹിക്മയോടെയും അവരോട് പെരുമാറാം. നമ്മുടെ ഒരു 30, 40, 50 വയസ്സെത്തിയ ഒരാളല്ല നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ചെറിയ ചെറിയ കുട്ടികളല്ലെങ്കിലും ആ കൗമാരപ്രായം എന്ന് പറഞ്ഞാൽ അവർ സ്റ്റിൽ വളരുന്ന ഒരു പ്രായമാണ്. അവർ ഇൻഎക്സ്പീരിയൻസ് കാരണം ഒരു 16, 17 വയസ്സെത്തുമ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ഒരു വിചാരമുണ്ട്, എനിക്കെല്ലാം അറിയാം, ഇവർ പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആണ്. ഒരു കുറച്ച് കഴിഞ്ഞ് 20, 25 വയസ്സൊക്കെ ആകുമ്പോൾ അവരെന്നെ തിരിഞ്ഞു വന്നിട്ട് പറയും, ശരിയാ കേട്ടോ നിങ്ങൾ പറഞ്ഞത്. അതിനു വേണ്ടി സബറോടെ നിൽക്കുക. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാം. മൂന്നാമത്തത്, ചിലപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ ദീനിലൊക്കെ വളർത്തിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആവുന്ന കാണുമ്പോൾ ഭയങ്കര സെൽഫ് ക്രിട്ടിക്കാവും നമ്മൾ. ഞാൻ എന്ത് തെറ്റ് ചെയ്താ, ഞാൻ അങ്ങനെ, ഞാൻ എന്ത്, എന്നെ കൊണ്ടാണ്, അത് നമ്മൾ ചെയ്യാണ്ടിരിക്കുക. എന്നാൽ പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യം, ചില ആൾക്കാർ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും ശ്വാസം വലിക്കാണ്ടും വർത്താനം പറയാണ്ടും വിടാണ്ടൊക്കെ വളർത്തിയതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവും. അത് നമ്മൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ചെയ്യാം. നാലാമത്തത്, കോപ്പി പേസ്റ്റിംഗ് ചിലപ്പോൾ നടക്കൂല. ഇപ്പൊ ഒരു ഫാമിലിക്ക് പ്രാക്ടിക്കൽ ആവുന്ന കാര്യം മറ്റേ ഫാമിലിക്ക് പ്രാക്ടിക്കൽ ആവണമെന്നില്ല. എന്താ വെച്ചാൽ വേറെ തരം മക്കളാണ്, നമ്മളെ ഫാമിലി ഡൈനാമിക്സ് വേറെയാണ്. നമ്മൾ ഓരോരുത്തരുടെ അടുത്തുനിന്നും എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടിയാൽ നമ്മൾ ചിന്തിക്കുക, ഇത് ഇവിടെ വർക്ക് ചെയ്യോ ഇല്ലേ, എന്റെ കുട്ടിക്ക് ഇത് വർക്ക് ചെയ്യോ ഇല്ലേ, ഇവിടെ സ്ട്രോങ് ആയാലാണോ നല്ലത്, വീക്ക് ആയാലും കൈൻഡ് ആയാലോ, അവർക്ക് റഹ്മ കാണിക്കുന്നതാണോ നല്ല, സ്ട്രോങ് ആവുന്നല്ല, അതെന്താണ്, നമ്മൾ കുറച്ച് ബാലൻസ്ഡ് ആയാലേ അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. പിന്നെ ഇത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അവർക്ക് പറ്റുന്ന ഹലാലായ രീതിയിൽ അവർക്ക് എന്റർടൈൻമെന്റ് കൊടുക്കുക. അവർക്ക് എക്സസൈസ് ചെയ്യാനും അവർക്ക് ഗെയിംസ് കളിക്കണം. നമ്മൾ അവരെ കൂടെ ഇരുന്ന് ഹലാലായി ഗെയിംസ് കളിക്കുക. ഒരുപാട് ഇപ്പൊ ഇസ്ലാമിക് ഗെയിംസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. നമുക്ക് ആ കുട്ടികളായിട്ട് ബോണ്ട് ചെയ്യുക. ആ ഒരു ലെവലിൽ നമ്മൾ ആ കുട്ടികളായിട്ട് ബോണ്ട് ചെയ്യുക. മൂത്ത കുട്ടികളും ഇളയ കുട്ടികളും ഒക്കെ ഇരുന്ന് നമ്മൾ ആഴ്ചക്ക് ഒരു പറയിച്ചില്ല, മാസത്തിൽ ഒരിക്കൽ ഉപ്പ ഉമ്മ അല്ലെങ്കിൽ മദറും കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുക. നമ്മൾ ബാറ്റ് ഷട്ടിൽ കളിക്കുക, ഫുട്ബോൾ, അതൊക്കെ ഒരുപാട് ടീം ബിൽഡിങ്ങും ഒരുപാട് ബോണ്ടിങ്ങും. നമ്മളായിട്ട് അങ്ങനെ അടുക്കുമ്പം നമ്മൾ പറയുന്നതിൽ ഒരു വാല്യൂ ഉണ്ടാവും. നമ്മളൊരു മനുഷ്യനാണ്, ഉമ്മയും ഉപ്പയും മനുഷ്യനാണ്, എന്നോടുള്ള സ്നേഹം കാരണമാണ് പറയുന്നൊക്കെ അവരും നമ്മളെ അടുത്ത് എടുക്കും. എപ്പോഴെങ്കിലും നമുക്കൊരു ഹലാലായ രീതിയിൽ ഓടിച്ചാടി അവരുടെ കൂടെ കളിക്കാനൊക്കെ അങ്ങനെയൊക്കെ ഓരോ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ബോണ്ടിങ്, ഫാമിലി ആയിട്ട് നമ്മൾ ബോണ്ട് ചെയ്യാം. ഇങ്ങനത്തെ ക്ലാസ്സുകൾക്ക് നിങ്ങൾ അവരെ ചേർത്തുക, ഒരു ഇന്റലക്ച്വലി അവർക്ക് കൊടുക്കുക. ദീൻ എന്താണ് പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് വിട്ടു നിൽക്കരുത്. നമ്മളെ മസ്ഊലിയത്താണ്, നമ്മളത് കൊടുക്കുക. ബാക്കിയുള്ള കാര്യം നമ്മളാണ് ഫസ്റ്റ് മദ്രസ, അതിന്റെ ഒരു അഡ്ജന്റ് ആണ് ഇങ്ങനത്തെ മദ്രസകൾ. അതിലൊക്കെ അയച്ചും കൊണ്ട് തന്നെ നമ്മൾ ആ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാം. ലാസ്റ്റ് ആൻഡ് ഇതോടെ ഞാൻ നിർത്തുകയാണ്, നമ്മളെ കയ്യിലുള്ള ഏറ്റവും വലിയ വെപ്പൻ, അസ്ബാബ്, ദുആ ആണ്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കയ്യിലാണ് അതിന്റെ ചാവി. അവരെ മനസ്സിന്റെ ചാവി അള്ളാഹിന്റെ കയ്യിലാണ്. അവരെ എല്ലാം എല്ലാ ഖൈറും എല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കയ്യിലാണ്. അതുകൊണ്ട് ഒരു ഉമ്മ എന്ന നിലയിൽ നമ്മൾ ഹൃദയം തുറന്ന് നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടും നമ്മളെല്ലാ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ദ്വാരക്കാം. അല്ലാഹുമ്മ അസ്ലിഹ് ശബാബൽ മുസ്ലിമീൻ, എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടും നമുക്ക് അറിയുന്ന ഓരോരുത്തർക്ക് വേണ്ടിയിട്ടും ഈ മുസ്ലിമീങ്ങളെ മക്കൾ നമ്മളെ ഷബാബിന് വേണ്ടിയിട്ടും നമ്മൾ മനസ്സറിഞ്ഞ് ദ്വാരക. അതിലാണ് നമ്മളെയും നമ്മളെ മക്കളെ തൗഫീഖെന്ന് നമ്മൾ വിശ്വസിക്കുക. ഇതോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ത് ഖൈറും ഉണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കയ്യിൽ നിന്നാണ്. എന്തെങ്കിലും തെറ്റുകളോ വായിൽ ഒരു സ്ലിപ്പ് ഉണ്ടെങ്കിൽ അത് ശൈത്താനിൽ നിന്നും എൻ്റെ നഫ്സിൽ നിന്നും മാത്രമാണ്. ഇതോടെ നമുക്ക് നിർത്താം. റബ്ബന ഇന്നനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا متقين إماما. ربنا
رب اجعلني مقيم الصلاة ومن ذريتي ربنا رب اجعلنا مقيم الصلاة ومن ذريتنا ربنا وتقبل دعاء. اللهم اصلح لنا نياتنا وذرياتنا، اللهم اصلح لنا نياتنا وذرياتنا، اللهم اصلح لنا نياتنا وذرياتنا. اللهم زينهم بزينة الإيمان وكر إليهم الكفر والفسوق والعصيان، واجعلهم من الراشدين، واجعلهم هداة المهتدين، واجعلهم من عبادك الصالحين. اللهم اغفر ذنوبهم وطهر قلوبهم وحسن فروجهم. اللهم اغفر ذنوبهم وطهر قلوبهم وأحسن فروجهم. اللهم احفظ شباب المسلمين، اللهم احفظ شباب المسلمين، اللهم احفظ شباب المسلمين. اللهم اعز الإسلام والمسلمين وأضل الشرك والمشركين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ് ഖൈർ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഒരുപാട് നല്ല ക്ലാസ് ആയിരുന്നു മാഷാ അല്ലാ. ഞങ്ങൾ അലിത്തിക്കാന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് ജസാക്കുമുല്ലാഹ് ഖൈർ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ പാരൻസിനും അൽഹംദുലില്ലാ ജസാക്കുമുല്ലാഹ് ഖൈർ. നമ്മുടെ അലിത്തിക്കാൻ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് ഇൻഷാ അല്ലാ എല്ലാ മന്തിലും ഇങ്ങനെ ഓരോ ക്ലാസ് ഇൻഷാ അല്ലാ നമ്മൾ സംഘടിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് നമ്മളെ ക്ലാസ് എടുത്ത് തന്ന ഇത്താക്ക് പ്രത്യേകം അൽഹംദുലില്ലാ അൽഹംദുലില്ലാ നല്ല ക്ലാസ് ആയിരുന്നു. അല്ലാ നിലനിർത്തി തരട്ടെ. പിന്നെ ഇൻഷാ അല്ലാ നമ്മുടെ അലിത്തിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ ടീനേജിന്റെ ഇപ്പോൾ ഇത് ഗേൾസിന്റെ 4ാമത്തെ ബാച്ചാണ് അൽഹംദുലില്ലാ ഇനാഗുറേഷൻ നടന്നത്. അതുപോലെ ബോയ്സിന്റെ ഫസ്റ്റത്തെ ബാച്ച് അൽഹംദുലില്ലാ അതിന്റെ ഇനാഗുറേഷൻ നടന്നു. പിന്നെ നമ്മളെ ഇത്തിക്കാനിലെ ക്ലാസ്സുകൾ വേറെ നടക്കുന്നത് കിഡ്സിന്റെ മദ്രസ ഉണ്ട്, അതുപോലെ കിഡ്സിന്റെ ഹിഫ്ള് ക്ലാസ്സുകളുണ്ട്, കുട്ടികൾക്കത് ലേഡീസിന്റെ ഹിഫ്ള് ക്ലാസ്സുകളുണ്ട്, ലേഡീസിന്റെ തിലാവയുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരും അൽഹംദുലില്ലാ കാര്യമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കുന്ന നല്ല രീതിയിൽ ഓരോ കുട്ടികളും ഓരോരുത്തരും ഓരോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമ്മളുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.